നമസ്കാരം. പറയാനുണ്ട് തൃശ്ശൂരിലേക്ക് ഏവർക്കും സ്വാഗതം. പഞ്ചായത്തുകളിലൂടെയുള്ള TCVയുടെ യാത്രയിൽ എത്തി നിൽക്കുന്നത് ചാലക്കുടി പുഴയുടെ തീരത്തോട് ചേർന്ന് കിടക്കുന്ന അന്നമനട ഗ്രാമപഞ്ചായത്തിലാണ്. വികസന നേട്ടങ്ങളും കോട്ടങ്ങളുമൊക്കെ ഓരോ പഞ്ചായത്തിലും ധാരാളം ഉണ്ടാകാം. അന്നമനടയെ സംബന്ധിച്ചും അത്തരം കാര്യങ്ങളൊക്കെ നിരവധിയുണ്ട്. അതിലേക്കൊക്കെ എത്തും മുൻപേ 18 വാർഡുകളാണ് ഗ്രാമപഞ്ചായത്തിലുള്ളത്. ആലത്തൂർ മുതൽ മലയാങ്കുന്ന് വരെ കിടക്കുന്ന 18 വാർഡുകൾ ഏകദേശം 25 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലാണ്. ഒട്ടേറെ നേട്ടങ്ങൾ പറയാനുണ്ട്, കോട്ടങ്ങൾ പറയാനുണ്ട്. അതിനായി നമ്മോടൊപ്പം ഇന്നുള്ളത് പഞ്ചായത്ത് പ്രസിഡൻറ്റും പ്രതിപക്ഷ അംഗം കൂടിയായ ആളുകളാണ്. പ്രശസ്ത വാദ്യകലാകാരന്മാർക്കടക്കം ജന്മം നൽകിയ നാട് കൂടിയാണ് ഇത്. രാഷ്ട്രീയമായി പറഞ്ഞു കഴിഞ്ഞാൽ മാറി മാറി വരുന്ന ഭരണസമിതിയാണ് ഈ പഞ്ചായത്തിനെ സംബന്ധിച്ചുള്ളത്. ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്നതും ഈ പഞ്ചായത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. പലകുറി നറുക്കെടുപ്പുകൾ നടന്നതും പഞ്ചായത്തിൻ്റെ ചരിത്രത്തിൽ ഇടം പിടിച്ചതാണ്. എന്തായാലും വികസന നേട്ടങ്ങളും കോട്ടങ്ങളും പഞ്ചായത്തിൻ്റെ മുന്നോട്ടുള്ള യാത്രകളും ഇപ്പോഴുള്ള സ്ഥിതിയുമൊക്കെ പങ്കുവയ്ക്കാനായി നമ്മോടൊപ്പം പഞ്ചായത്ത് പ്രസിഡൻറ്റും പ്രതിപക്ഷ അംഗവും ഒക്കെ തയ്യാറായിരിക്കുകയാണ്. അത്തരം ചർച്ചകളിലേക്ക് കടക്കാം. നമസ്കാരം. എന്നോടൊപ്പം ഇന്നുള്ളത് അന്നമനട പഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ്, ഒപ്പം തന്നെ പ്രതിപക്ഷ അംഗവും കോൺഗ്രസ് പ്രതിനിധി കൂടിയായ KK രവി നമ്പൂതിരിയുമാണ്. ആദ്യം തന്നെ നമുക്ക് പ്രസിഡന്റിലേക്ക് പോകാം. പ്രസിഡന്റ്, എങ്ങനെയാണ് അന്നമനട പഞ്ചായത്തിൻ്റെ ഒരു വികസന കാഴ്ചപ്പാട്, ഒപ്പം തന്നെ ഏത് വിധം എത്തി നിൽക്കുന്നു പഞ്ചായത്തിൻ്റെ വികസനങ്ങൾ? തൃശ്ശൂർ ജില്ലയുടെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന അന്നമനട ഒരു കാർഷിക മേഖല കൂടിയാണ്. കാർഷിക മേഖലയ്ക്ക് അപ്പുറത്ത് തൃശ്ശൂർ പൂരത്തിൻ്റെ പ്രമാണിമാരായ വാദ്യത്രയങ്ങളുടെ നാട് എന്ന നിലയിൽ അന്നമനട ലോകമെങ്ങും പേരുകേട്ട ഒരു നാട് കൂടിയാണ്. അന്നമനടയെ സംബന്ധിച്ച് സാംസ്കാരിക പ്രവർത്തനങ്ങൾ, ഒരു കലയുടെ നാട്, നാടകത്തിൻ്റെ നാട്, സംഗീതത്തിൻ്റെ നാട്, അങ്ങനെ ഒരു കാർഷിക, ഒരു ഗ്രാമീണ മനസ്സുള്ളൊരു നാട് കൂടിയാണ് അന്നമനട. അന്നമനട ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതി ചുമതലയേറ്റ് 4 വർഷം പൂർത്തീകരിക്കുമ്പോൾ കാർഷിക മേഖലയിൽ, വിദ്യാഭ്യാസ മേഖലയിൽ, ആരോഗ്യരംഗത്ത്, കലാസാംസ്കാരിക രംഗത്ത്, പശ്ചാത്തല രംഗത്ത്, ക്ഷേമരംഗത്ത് നിരവധിയായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളൊരു അഭിമാനത്തോടു കൂടിയിട്ടാണ് നിൽക്കുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ ക്ഷേമരംഗത്തുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി സംസ്ഥാന സർക്കാരിൻ്റെ മുതിർന്ന പൗരന്മാർക്ക്, വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള മാതൃകാപരമായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചതിന് 2023-24 സാമ്പത്തിക വർഷത്തെ സംസ്ഥാന സർക്കാരിൻ്റെ വയോസേവന അവാർഡ് നമുക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇന്നലെ നമ്മുടെ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളുടെ ഭാഗമായി ഇപ്പോൾ മുതിർന്ന പൗരന്മാരുടെ, സ്ത്രീകളുടെ, കുട്ടികളുടെയൊക്കെ തന്നെ പരാതികൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ജാഗ്രതാ സമിതി പ്രവർത്തനങ്ങൾ സംസ്ഥാനത്തെ എല്ലാ പഞ്ചായത്തുകളിലുണ്ട്. ആ പഞ്ചായത്തുകൾ നമ്മുടെ വനിതാ കമ്മീഷൻ്റെ നിർദ്ദേശപ്രകാരം സംസ്ഥാന അവാർഡിന് വേണ്ടി ജില്ലയിൽ നിന്ന് ഇന്നലെ പരിഗണിക്കപ്പെട്ട ഒരു പഞ്ചായത്ത് നമ്മുടെ പഞ്ചായത്താണ്. അത് തുടർച്ചയായി 2ാം വർഷവും നമ്മുടെ ഗ്രാമപഞ്ചായത്താണ് ജാഗ്രതാ സമിതി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ജില്ലയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട പഞ്ചായത്ത്. അതോടൊപ്പം തന്നെ നമുക്ക് ലഭിക്കുന്ന പ്ലാൻ ഫണ്ടുകൾ 100% ചെലവഴിക്കുന്നതിനും അതോടൊപ്പം തന്നെ പട്ടികജാതി ഫണ്ട് ചെലവഴിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള മാതൃകാപരമായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടാണ് ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് പോകുന്നത്. ഒരു കാർഷിക മേഖല എന്ന നിലയ്ക്ക് നെൽകൃഷിക്ക് വളരെ പ്രാധാന്യമുണ്ട്. ഏകദേശം ഒരു 1400 ഏക്കറോളം നെൽകൃഷി നമ്മുടെ ഗ്രാമപഞ്ചായത്തിനകത്തുണ്ട്. 14ഓളം പാടശേഖര സമിതികൾ നമുക്കുണ്ട്. ആ പാടശേഖര സമിതികളുടെ നേതൃത്വത്തിൽ തരിശായി കിടക്കുന്ന ഭൂമികൾ കൃഷി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, നെൽകൃഷിക്ക് വേണ്ടിയുള്ള സഹായങ്ങൾ, അത് വിത്തായും സൗജന്യ നിരക്കിൽ വിത്തായി കൊടുക്കുന്നുണ്ട്, ഉഴവുകൂലി കൊടുക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ കുമായം പോലുള്ള സഹായങ്ങൾ കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ജാതി കൃഷി നന്നായി നടക്കുന്നൊരു സ്ഥലം കൂടിയാണ്. 2ാമത്തെ കൃഷി എന്ന് പറയുന്നത് ജാതി കൃഷി. ഏകദേശം 900 ഏക്കറോളം ജാതി കൃഷിയുണ്ട്. അവരെ സഹായിക്കുന്നതിന് വേണ്ടി തുടർച്ചയായി ഇപ്പോൾ 3 വർഷക്കാലമായി ജാതി കർഷകർക്ക് വളം നൽകുന്ന ഒരു പദ്ധതി നടപ്പാക്കുന്നുണ്ട്. പച്ചക്കറി കൃഷി രംഗത്തും നമ്മൾ നന്നായി ഇടപെടുന്നുണ്ട്. കൃഷിയുടെ വിപുലീകരണത്തിന് വേണ്ടി നമ്മുടെ ഗ്രാമപഞ്ചായത്തിനകത്ത് ഒരു 18 വാർഡുകളെയും 5 ക്ലസ്റ്ററുകളായി തരംതിരിച്ചുകൊണ്ട് ആ ക്ലസ്റ്ററുകളുടെ നേതൃത്വത്തിൽ കൃഷി ചെയ്യുന്ന ആളുകൾക്ക് കൃഷിഭൂമിയുടെ വിസ്തൃതിക്ക് അനുസരിച്ചുകൊണ്ട് പണം നൽകുന്നതിന്, ഭൂമിയുടെ അളവിനനുസരിച്ച് പണം നൽകുന്നതിന് വേണ്ടി ക്ലസ്റ്ററുകൾ രൂപീകരിച്ച് എല്ലാ വീടുകളിലും പച്ചക്കറി കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി അടുക്കളത്തോട്ടം പദ്ധതിക്ക് വേണ്ടി സൗജന്യമായി സൗജന്യ വിത്തും അതോടൊപ്പം തന്നെ ചെടിയും നമ്മൾ വിതരണം ചെയ്യുന്നു. ഈ വർഷം നമ്മൾ വാഴ കർഷകരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള
100-ൽ അധികം വാഴ കൃഷി ചെയ്യുന്ന ആളുകൾക്ക് ഒരു 12 രൂപ കിട്ടാവുന്ന രീതിയിൽ സബ്സിഡി നിരക്കിലുള്ള പദ്ധതിക്കൊപ്പം തന്നെ വീടുകളിൽ വാഴ കൃഷി പ്രോത്സാഹിപ്പിക്കുന്ന സൗജന്യമായി കന്ന് വിതരണം ചെയ്യുന്നു. കാർഷിക മേഖലയിൽ ഏറ്റവും ആവശ്യമായ സംഗതിയാണ് ജലസേചന സൗകര്യം. ജലസേചന സൗകര്യം എന്ന് വെച്ചാൽ നമ്മുടെ ചാലക്കുടി പുഴയുടെ സാമീപ്യം, എക്കാട്ടിത്തോട്, വാളൂർ തോട് പോലുള്ള ജലസമൃദ്ധമായൊരു പ്രദേശം കൂടിയാണ്. കിലോമീറ്ററുകളോളം നീളമുള്ള തോടുകളും ജലാശയങ്ങളും അതോടൊപ്പം തന്നെ കരിക്കാട്ടുചാല് പോലെ 74 ഏക്കർ, ചെറിയഞ്ചാല് പോലെ 7.5 ഏക്കറോളം വിസ്തൃതിയിൽ കുറേ ജലാശയങ്ങളുള്ള. അപ്പോൾ നമ്മുടെ ഈ തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികളുള്ള ഒരു പഞ്ചായത്ത് കൂടിയാണ്. ഈ ജലാശയങ്ങൾ കൂടി സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മുടെ പഞ്ചായത്തിനകത്ത് ഏകദേശം 10 കോടി രൂപയോളം ജലസേചന സംരക്ഷണവുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രവർത്തിക്കുന്നു. ഇപ്പോൾ എരയാങ്കുടിത്തുറ ഒരു 1.25 കോടി രൂപയുടെ സംസ്ഥാന സർക്കാരിൻ്റെ ബഡ്ജറ്റ് വിഹിതം. ഇപ്പോൾ ചെറിയഞ്ചാല് 1,20,00,000 രൂപയുടെ പ്രവർത്തനം ഒരു ഘട്ടം കഴിഞ്ഞു. ഇപ്പോൾ രണ്ടാം ഘട്ടം ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ള 1,80,00,000 രൂപയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ കുട്ടംകുളം സംരക്ഷിക്കുന്നതിന് വേണ്ടി, അതോടൊപ്പം തന്നെ ചങ്ങരംകുളം ഭഗവതി ക്ഷേത്രത്തിൻ്റെ കുളം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഗ്രാമപഞ്ചായത്തിന് ലഭിക്കുന്ന CFC ഗ്രാൻഡ് ഉപയോഗിച്ചുകൊണ്ട് നങ്ങ്യാർകുളം, പാക്കത്തറ കുളം, വലിയ കുളം പോലുള്ള ഏകദേശം 10ഓളം വരുന്ന കുളങ്ങൾ കെട്ടി സംരക്ഷിക്കുന്നതിന് വേണ്ടി പ്രവർത്തനം. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽപ്പെടുത്തി നിരവധിയായ തോടുകൾ കർഷകർക്ക് വേണ്ടി സഹായിക്കുന്ന രീതിയിൽ അത് പുനർജീവിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളൊക്കെ തന്നെ നമ്മൾ കാർഷിക മേഖലയിൽ നമ്മൾ സംഘടിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പോൾ പഞ്ചായത്തുകളുടെ ഒരു പൊതുവായ ആളുകളുടെ ഒരു കാഴ്ചപ്പാട് റോഡുകൾ ഉണ്ടാക്കുക, തോടുകൾ ഉണ്ടാക്കുക, അല്ലെങ്കിൽ വഴിവിളക്ക് ഉണ്ടാക്കുക എന്നുള്ളതൊക്കെയാണ്. പക്ഷേ ഗ്രാമപഞ്ചായത്ത് ആഗ്രഹിക്കുന്നത് ഒരു തലമുറകൾ തമ്മിലുള്ള പാലമാണ് അറിവിന് പ്രാധാന്യം നൽകിക്കൊണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ നിരവധിയായി പ്രവർത്തനം നടത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ഒരു ക്യാപ്ഷൻ എന്ന് പറയുന്നത് അംഗനവാടി മുതൽ സിവിൽ സർവീസ് വരെ എന്നാണ്. നമ്മുടെ -2 മുതൽ +2 വരെ, അംഗനവാടി മുതൽ സിവിൽ സർവീസ് രംഗം വരെ. അത് നമ്മുടെ ഒരു ബാലസൗഹാർദ്ദ പഞ്ചായത്ത് കൂടിയാണ്. ഇപ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് അംഗനവാടികൾ ഇപ്പോൾ ഈ ഭരണസമിതി വന്നതിന് ശേഷം 6ഓളം പുതിയ അംഗനവാടികൾ നിർമ്മിച്ചിട്ടുണ്ട്. നമ്മുടെ റീബിൽഡ് കേരളപ്പെടുത്തി 1 കോടി രൂപ MLAയുടെ സഹായത്തോടു കൂടി ഈ വർഷം നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് 2 അംഗനവാടി പ്രാവശ്യം നമ്മൾ നിർമ്മിക്കുന്നുണ്ട്. 137ഉം 55ഉം ബഹുമാനപ്പെട്ട MLAയുടെ സഹായത്തോടു കൂടി 125 അംഗനവാടി കൂടി ഈ വർഷത്തെ പദ്ധതിയിൽ. അങ്ങനെ അംഗനവാടി സ്മാർട്ടാക്കുന്നതിന് വേണ്ടി നമ്മൾ 10 ലക്ഷം രൂപ ആർട്ട്കോ വഴിയായിട്ട് നമ്മൾ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ തുടങ്ങാൻ പോകുന്നു. എല്ലാ വർഷവും അംഗനവാടികളെ സൗന്ദര്യവൽക്കരണം എന്ന് പറയുന്ന പദ്ധതിയിൽപ്പെടുത്തി അംഗനവാടികൾ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നു. നമ്മുടെ പഞ്ചായത്തിലെ 2 സ്കൂളുകളാണുള്ളത്. ഒന്ന് ഗവൺമെൻറ് UP സ്കൂൾ അന്നമനട എന്ന് പറയുന്നത് നമ്മുടെ പഞ്ചായത്തിൻ്റെ കീഴിലുള്ള സ്ഥാപനമാണ്. അപ്പോൾ ആ സ്കൂളിൽ പുതിയൊരു കെട്ടിടം നമ്മുടെ ഭരണസമിതി വന്നതിന് ശേഷം ഒരു 88 ലക്ഷം രൂപയുടെ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ പെടുത്തിക്കൊണ്ട് നമ്മൾ നിർമ്മിച്ചു കഴിഞ്ഞു. അത് നിർമ്മിച്ചു കഴിഞ്ഞ സമയത്ത് തന്നെ നമ്മുടെ പഞ്ചായത്തിൻ്റെ പണം ഉപയോഗിച്ചുകൊണ്ട് ഡസ്റ്റ് ഫ്രീ ക്ലാസ് റൂം, സ്മാർട്ട് ക്ലാസ് റൂം 3 ക്ലാസ് റൂമുകൾ നമ്മളവിടെ ചെയ്തു കൊടുത്തു. ഇപ്പോൾ അവിടുത്തെ ഓഡിറ്റോറിയം നവീകരണവുമായി ബന്ധപ്പെട്ട് അതോടൊപ്പം തന്നെ ഒരു ബാലസൗഹാർദ്ദ ഒരു കവാടം നിർമ്മിക്കുന്നതിന് വേണ്ടി, പിന്നെ അതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പണം വെച്ചിട്ടുണ്ട്. ഗവൺമെൻറ് LP സ്കൂൾ ഇതുപോലെ തന്നെ പുതിയ കെട്ടിടത്തിന് വേണ്ടി നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ സഹായത്തോടു കൂടി നമ്മൾ അതിൻ്റെ പണി നമ്മൾ പൂർത്തീകരിച്ചു. അതിൻ്റെ ഒരു ക്ലാസ് റൂം പൂർത്തീകരിക്കുന്നതിന് വീണ്ടും MLA ഇപ്പോൾ ഒരു 14,75,000 രൂപ AS കിട്ടി. അതിൻ്റെ എസ്റ്റിമേറ്റ് കാര്യങ്ങൾ ബിൽഡിംഗ് വിഭാഗം PWD അത് തയ്യാറാക്കിക്കൊണ്ട് അവിടെ നമ്മൾ ഈ 2 സ്കൂളുകളിലും SSKയുടെ ഭാഗമായി നക്ഷത്ര കൂടാരം പദ്ധതി SSK വെച്ച് 10 ലക്ഷം രൂപ പഞ്ചായത്തും അതിനു വേണ്ടി പണം വെച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഈ 2 സ്കൂളുകളിലും കുട്ടികളുടെ കായികക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഇൻഡോർ ജിം പഞ്ചായത്തിൻ്റെ പണം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്നു. അങ്ങനെ സ്കൂളുകളുടെ വികസനത്തിന് വേണ്ടി നമുക്കറിയാവുന്നതുപോലെ നേരത്തെ പറഞ്ഞ ഒരു കുട്ടിയുടെ സമഗ്രമായ കഴിവ്, പഠിക്കാൻ മിടുക്കരായ കുട്ടികളാണെങ്കിൽ നമുക്ക് പഞ്ചായത്ത് നമ്മുടെ സംസ്ഥാനത്ത് ആദ്യമായി സിവിൽ സർവീസ് അക്കാദമി ആരംഭിച്ച് നമ്മുടെ പഞ്ചായത്താണ്. നമ്മുടെ ഗ്രാമീണ മേഖലയിൽ കുട്ടികളെ സിവിൽ സർവീസ് രംഗത്തേക്ക് കൈപിടിച്ചുയർത്തുന്നതിന് വേണ്ടി ആരംഭിച്ച സിവിൽ സർവീസ് അക്കാദമി ഇപ്പോൾ 4 ബാച്ചിൻ്റെ ക്ലാസ് നടക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ സംസ്ഥാന സിവിൽ സർവീസ് അക്കാദമിയായി MOU വെച്ച് അവരാണ് സിലബസ് തയ്യാറാക്കി അവരെ പരിശീലനം കൊടുക്കുക. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ ആദ്യത്തെ മുഖ്യമന്ത്രിയായ EMSൻ്റെ പേരിൽ ഹാള് 10 ലക്ഷം രൂപ വെച്ച് നവീകരിച്ച് LCD പ്രൊജക്ടറും അടക്കമുള്ള ആധുനിക സംവിധാനത്തോടു കൂടി പഠിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം. അതോടൊപ്പം തന്നെ ഗവേഷണ തൽപരരായിട്ടുള്ള കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ഒരു ഡിജിറ്റൽ റെഫറൻസ് ലൈബ്രറി അതിൻ്റെ അവസാന ഘട്ടത്തിലാണ് അതിൻ്റെ നിർമ്മാണം. നമുക്കിപ്പോൾ പോരുന്ന വഴിക്ക് നമ്മുടെ ബസ് സ്റ്റാൻഡിൻ്റെ മുകളിലുള്ള കെട്ടിടം ഇപ്പോഴും അവിടെ അതിൻ്റെ റാക്ക് കാര്യങ്ങളൊക്കെ നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഗവേഷണ തൽപരരായ കുട്ടികൾക്ക്
കുട്ടികൾക്ക് അത്തരത്തിൽ റിസർച്ച് അടക്കം നൽകാവുന്ന കീഴിലുള്ള ആധുനിക സൗകര്യത്തോടു കൂടി CSR ഫണ്ടുകൾ കൂടി ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ആധുനിക പ്രവർത്തനം. കായിക തൽപരരായിട്ടുള്ള കുട്ടികളാണെങ്കിൽ നമ്മളിവിടെ 2007 ആരംഭിച്ചതാണ് നമ്മുടെ സ്പോർട്സ് അക്കാദമി. അപ്പോൾ അതിൽ ഫുട്ബോളിലും വോളിബോളിലും അത്ലറ്റിക്സിലും പരിശീലനം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ചെറിയ ഒരു കാലഘട്ട ഇടവേളകളിൽ അത് നിർത്തിപ്പോയതായിരുന്നു. പിന്നീട് നമ്മുടെ പുതിയ ഭരണസമിതിക്ക് ശേഷം സ്പോർട്സ് അക്കാദമി പുനർജീവിക്കുകയും ഇപ്പോഴും ഫുട്ബോളിലും വോളിബോളിലും പരിശീലനം കൊടുക്കുന്നുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നാട് അറിയപ്പെടുന്നത് വാദ്യകലാകാരന്മാരുടെ നാടാണ്. അപ്പോൾ വാദ്യകലാകാരന്മാരുടെ ഒരു പുതിയ തലമുറ ആ സാംസ്കാരിക പൈതൃകം നിലനിർത്തുന്നതിന് വേണ്ടി അച്യുതമാരാർ വാദ്യകലാ കേന്ദ്രം 2000 ആരംഭിച്ച. ഇപ്പോൾ 2000 ആരംഭിച്ച് നമ്മുടെ അത് ഇടയ്ക്കൊന്ന് നിർത്തിപ്പോയ വാദ്യകലാകേന്ദ്രത്തിൻ്റെ പ്രവർത്തനം നമുക്ക് പുനർജീവിപ്പിക്കാൻ കഴിഞ്ഞു. ഇത് ഇത്രയും കാലമായിട്ട് ഒരു 12ഓളം ബാച്ചുകൾ ചെണ്ടയിലും പഞ്ചവാദ്യത്തിലും നമ്മൾ പുറത്തിറക്കാൻ കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ ഈ ഭരണസമിതിക്ക് ശേഷം വേലടൂർ ഗവൺമെൻറ് സമിതി സ്കൂളിലും അന്നവരുടെ ഗവൺമെൻറ് UP സ്കൂളിലും കുട്ടികൾക്ക് നമ്മൾ പരിശീലനം കൊടുത്തു. അന്നവരുടെ സ്കൂളിലെ കുട്ടികളിൽ പഞ്ചവാദ്യത്തിലും ചെണ്ടയിലും പരിശീലനം പൂർത്തീകരിച്ച് അരങ്ങേറ്റം കുറിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കെട്ടിടം നമ്മൾ പഞ്ചായത്ത് മുൻ ഭരണസമിതിയുടെ കാലത്ത് അതിൻ്റെ പണി പൂർത്തീകരിച്ചതാണ്. അതിനോട് ചേർന്ന് ഇപ്പോൾ സാംസ്കാരിക വകുപ്പിൻ്റെ ഭാഗമായി നമ്മുടെ കലകൾ അവതരിപ്പിക്കാനുള്ള ഒരു കേന്ദ്രം എന്ന നിലയിൽ നാട്ടരങ്ങ് എന്ന് പറയുന്നൊരു പദ്ധതി സംസ്ഥാനത്ത് 4 പഞ്ചായത്തുകൾക്കാണ് അനുവദിച്ചിട്ട് അതിലൊരു പഞ്ചായത്ത് നമ്മളാണ്. അതിൻ്റെ പ്രവർത്തനം അവസാന ഘട്ടത്തിലാണ്. നമുക്കറിയാവുന്ന പോലെ സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ സാംസ്കാരിക വകുപ്പിനെ വലിയ തോതിൽ ബാധിക്കുന്നുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനം അങ്ങനെ കുട്ടികളതോടൊപ്പം തന്നെ കുട്ടികളുടെ ആരോഗ്യ മേഖലയിൽ കൂടി നമ്മൾ ഇടപെടുന്നുണ്ട്. കുട്ടികൾക്ക് നമുക്കറിയാം പഠനത്തിലും കുറവ് വരുന്ന കുട്ടികൾക്കൊക്കെ തന്നെ നന്നായി പഠിക്കുന്നതിന് വേണ്ടി അത്തരം കുട്ടികളെ കണ്ടെത്തിക്കൊണ്ട് അധിക പഠനം എന്ന് പറയുന്ന പദ്ധതി നമ്മൾ നടപ്പാക്കുന്നുണ്ട്. നന്നായി പഠിക്കാൻ കഴിയുന്ന കുട്ടികൾ ഇപ്പോൾ നമ്മുടെ ഇവിടെ മുകളിൽ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നു. SLC പരീക്ഷയിൽ പഠിക്കാൻ മിടുക്കരായ 15ഓളം വരുന്ന കുട്ടികൾ ഓരോ സ്കൂളുകളിൽ നിന്ന് തിരഞ്ഞെടുത്ത് അവർക്ക് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് അതുപോലെ മോട്ടിവേഷൻ ക്ലാസ് നമ്മുടെ പഞ്ചായത്ത് നമ്മൾ നൽകണം. അപ്പോൾ കൂടുതൽ കുട്ടികൾക്ക് ഫുൾ A+ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള അത്തരം പ്രവർത്തനങ്ങൾ അങ്ങനെ നിരവധി പദ്ധതികളുണ്ട്. നമുക്ക് അതിലേക്കൊക്കെ വരാൻ കാരണം പറഞ്ഞു കഴിഞ്ഞാലും തീരാത്തത്ര പദ്ധതികളൊക്കെ ഉണ്ട് പഞ്ചായത്തിനെ സംബന്ധിച്ച്. എന്തായാലും നമുക്ക് പഞ്ചായത്തിൽ പ്രതിപക്ഷം ഇല്ല എങ്കിൽ പോലും എല്ലാവരും ഒത്തൊരുമിച്ചുള്ള ഭരണസമിതിയാണ് എങ്കിൽ പോലും നമുക്ക് നാമത്തിൽ പ്രതിപക്ഷമാണ്, ഒപ്പം തന്നെ കോൺഗ്രസിൻ്റെ അംഗമാണ്. നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. കാരണം പ്രസിഡന്റ് കുറേ വികസന പ്രവർത്തനങ്ങളും നേട്ടങ്ങളും ഒപ്പം തന്നെ അംഗീകാരങ്ങളും ഒക്കെ ഇവിടെ പറയുകയുണ്ടായി. എങ്ങനെയാണ് നിലവിൽ എങ്ങനെയാണ് UDF ഇതിനെ നോക്കിക്കാണുന്നത്? എങ്ങനെയാണ്? അതായത് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു ക്രിയേഷനാണ്. കഥ എഴുതി രചിച്ച് അവാർഡിന് സമർപ്പിക്കുന്ന ഒരു കഥ. അതാണ് പലതും സംഭവിക്കുന്നത്. പ്രഖ്യാപനങ്ങളുണ്ട്, പക്ഷെ ഇതൊന്നും നടപ്പാവുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഇതൊരു മാധ്യമ ഓഡിറ്റിംഗ് വേണ്ടതാണ്. കാരണം ഇവർ പ്രഖ്യാപിച്ച പദ്ധതികൾ 10 വർഷമായിട്ടുള്ള പദ്ധതി രേഖകളാണ് എൻ്റെ കയ്യിലുള്ളത്. ഇതിൽ പറഞ്ഞിരിക്കും ഇതിപ്പോൾ കുറേ കാര്യങ്ങൾ പറഞ്ഞതൊക്കെ തുടർച്ചയായിട്ട് കാലങ്ങളായിട്ട് നടക്കുന്ന പദ്ധതി, ജാതി വളായാലും മറ്റുള്ള ഇത് പദ്ധതികളൊക്കെ തുടർച്ചയായിട്ട് നടന്നുകൊണ്ട് വരുന്നതാണ്. 10 വർഷത്തെ പദ്ധതി രേഖയാണ് ഇരിക്കുന്നത്. അതിലൊക്കെ ഇത് തന്നെ അടിച്ചു വെച്ചാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉൽപ്പാദന മേഖലയിലേക്ക് ഇത്ര രൂപ ചെലവ് ചെയ്തോളുന്നുണ്ട്. അതനുസരിച്ച് ഇത്രയും കാശ് ചെലവ് ചെയ്തോളം എന്ന് പറയുമ്പോൾ അതിന് പദ്ധതികൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് പഞ്ചായത്ത് ചെയ്യുന്നത്. ഓരോ വർഷവും ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ്. ഈ പഞ്ചായത്തും അത് തന്നെ ചെയ്തിരിക്കുന്നത്. അത് ഇങ്ങനെ പോകും. പക്ഷേ ഇതിൽ 100% പദ്ധതി തയ്യാറാക്കി പദ്ധതി പണം ചെലവാക്കി എന്ന് പറയുന്നതിൻ്റെ അർത്ഥസത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പിൽ ഓവറായിരിക്കും പദ്ധതികൾ. അടുത്ത വർഷത്തെ ക്യാരി ഓവർ ചെയ്യുമ്പോൾ തുടക്കം തന്നെ വരുന്ന നമുക്ക് അലോട്ട്മെൻറ്റ് വരുന്ന പൈസ അതിൽ നിന്ന് പോകണം. അപ്പോൾ ആദ്യത്തെ വർഷം തന്നെ നമ്മുടെ പൈസ ചിലവാകും. കാരണം എന്താ വെച്ചാൽ സ്പിൽ ഓവർ പദ്ധതികൾ കിടക്കുകയാണ്. അതാണ് ഈ വരുന്നത് 100% ചിലവാക്കി എന്ന് പറയുന്നത് എളുപ്പമാണ്. കാരണം സ്പിൽ ഓവറിൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഈ വർഷം കഴിഞ്ഞ വർഷത്തെ ഇതിൽ നമുക്ക് റോഡ് ഇതരത്തിൽ 2,98,48,49,000 രൂപ കിട്ടി. അതിൽ 1,20,88,427 രൂപ സ്പിൽ ഓവറാണ്. അത് ഈ വർഷത്തെ ക്യാരി ഓവർ ചെയ്യുമ്പോൾ ഈ വർഷം സ്പിൽ ഓവറിലേക്ക് ക്യാരി ഓവർ ചെയ്യുമ്പോൾ അത് ഈ വർഷത്തെ പദ്ധതിയാണ് മുഴുവൻ പോകും. അപ്പോൾ ഈ വർഷത്തെ പിന്നെ ചെലവ് ചെയ്യാൻ ഈ വർഷത്തെ പദ്ധതിക്ക് അവസാനം വരുമ്പോൾ ഫണ്ട് ഉണ്ടാവില്ല. ഈ വർഷം പദ്ധതി വച്ചേക്കിരിക്കുന്ന പദ്ധതികൾക്ക് നമുക്ക് ഫണ്ട് ഉണ്ടാവും. കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് 15 ലക്ഷം രൂപ വാർഡുകളിലേക്ക് ഉണ്ടെന്നുള്ളൂ. ലാസ്റ്റ് വന്നപ്പോൾ ആകെ വെട്ടിച്ചുരുക്കി 10 ആക്കി. അപ്പോൾ ഞങ്ങളുടെ പദ്ധതികൾ മുഴുവൻ ഒരു ഗ്രാമീണ ഈ 4 വർഷമായിട്ട് പുതിയ റോഡുകൾ നിർമ്മിക്കാൻ കഴിഞ്ഞിട്ടില്ല. റോഡും തോടും വികസനമല്ല എന്ന് പ്രസിഡന്റ് പറഞ്ഞു. അത് കാഴ്ചപ്പാട് മാത്രമല്ല എന്ന് പറഞ്ഞു. പക്ഷേ അത് ഒരു ജയിച്ചു വരുന്ന സാധാരണ മെമ്പർമാർ ഒരു പുതിയ റോഡ് നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നത് അത് നടക്കണില്ല. പിന്നെ പദ്ധതികൾ ഒരുപാട് പ്രഖ്യാപനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ മാധ്യമങ്ങളിൽ വലിയ ഹൈലൈറ്റ് ചെയ്ത് ബഡ്സ് സ്കൂൾ എന്ന് പറഞ്ഞ് ഇവിടെ ദൃശ്യമാധ്യമങ്ങൾ പത്രമാധ്യമങ്ങളൊക്കെ കൊടുത്തതാണ്. അന്നമണ്ഡലം പഞ്ചായത്തിൽ ആദ്യമായിട്ട് ബഡ്സ് സ്കൂൾ ആരംഭിക്കാൻ പോകുന്നു. ഒന്നും നടന്നില്ല, പ്രഖ്യാപനം മാത്രമേ ഉണ്ടായുള്ളൂ. അതുമാതിരി ക്രിമിറ്റോറിയം
എല്ലാ വർഷത്തെ ബഡ്ജറ്റും പദ്ധതിയൊക്കെ എടുത്ത് ക്രിമിറ്റോറിയത്തിന് വേണ്ടി സ്ഥലം കണ്ടെത്തി ഞങ്ങൾ ക്രിമിറ്റോറിയം നിർമ്മിക്കുമെന്ന് തോന്നുന്നു, നടന്നില്ല. ഒന്നും ആയിട്ടില്ല, ക്രിമിറ്റോറിയം നടന്നില്ല. പിന്നെ കിഡ്നി രോഗികൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ആദ്യമായിട്ട് പദ്ധതി രൂപീകരിക്കുമെന്ന് പറഞ്ഞ് അവരെ വിളിച്ചു വരുത്തി, പഞ്ചായത്തിൽ വിളിച്ചു വരുത്തി, അവരെ നിന്ന് രേഖകൾ വാങ്ങി അവർക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാമെന്നും പറഞ്ഞു. അവർക്ക് മറ്റേ ഇതിനു വേണ്ടിയിട്ട് കാശ് അനുവദിച്ചു കൊടുക്കും, ഓരോ ഇതിനും കാശ് അനുവദിച്ചു കൊടുക്കുന്നു. പക്ഷെ അത് നടന്നില്ല. അവർ ഇന്നലെയും കൂടിയും വിളിച്ച് പല രോഗികളും ചോദിച്ചു, ഇതെന്ത് ഞങ്ങളെ വിളിച്ച് കളിയാക്കല്ലാതെ ഈ കഴിഞ്ഞ 2 വർഷമായിട്ട് ഒന്നും നടന്നിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. വെണ്ണൂത്തറ ഞങ്ങൾ സാധാരണ നമ്മുടെ ഇവിടെ കുറേ നേരത്തെ പറഞ്ഞ ചാലുകളും തോടുകളും ഉള്ള ഒരു കാർഷിക മേഖലയാണ്. അത് വർഷങ്ങളായിട്ട് നടപ്പാക്കാൻ കഴിയാത്ത പദ്ധതികളാണ് പലതും. അതിൽ ഇത്തവണ വെണ്ണൂത്തറയ്ക്ക് 50 ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്ത് വെച്ചു. എൻ്റെ വാർഡിലൊരു തോടുണ്ട്, അതിനുവേണ്ടി 15 ലക്ഷം രൂപ വെച്ചിരുന്നതാണ്. അത് കട്ട് ചെയ്തുകൊണ്ട് വെണ്ണൂത്തറയ്ക്ക് വെച്ചു. അവിടെ ഒരു പ്രൈവറ്റ് വ്യക്തിയുടെ സ്ഥലം കെട്ടിക്കൊടുത്തതല്ലാതെ ഇപ്പം ചെന്ന് നോക്കിയാൽ അറിയാം അവിടെ കാട് പിടിച്ച് ചണ്ടിയും വെള്ളമായിട്ട് എടുക്കുന്നു. ഈ തോടുകൾ സംരക്ഷിക്കാൻ, ചിറകൾ സംരക്ഷിക്കാനുള്ള പദ്ധതി വേണ്ടേ? ഇത് വെറുതെ കാശ് അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ കുറേ കുളങ്ങൾ സംരക്ഷിച്ചു, എരയാങ്കുടി തുറ സംരക്ഷിച്ചു തോന്നുന്നു. ആ തുറ സംരക്ഷിച്ചിട്ട് ഇപ്പം അതിൻ്റെ അവസ്ഥ ചെന്ന് കണ്ടാൽ ചണ്ടിയും പായലും നിറഞ്ഞ് ആകെ മൂടി കിടക്കുക. അതിലേക്കാണ്ട് ഇറങ്ങാൻ ഒരു മനുഷ്യർ കുളിക്കാൻ ഇറങ്ങാനോ അല്ലെങ്കിൽ ഒരു മീൻ കൊണ്ടിട്ട് അതിൽ കാണില്ല. അതേ അവസ്ഥയാണ് പല തോടുകളിലെയും കുളങ്ങളിലെയും. ഓരോ വികസനങ്ങൾ പറയുമ്പോൾ അതിന് നടപ്പാക്കുന്ന സംഗതി അത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സോഷ്യൽ ഓഡിറ്റ് വെക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ദൃശ്യമാധ്യമങ്ങളും പത്രമാധ്യമങ്ങളും. കാരണം ഇതുമാതിരിയുള്ള പദ്ധതികൾ പറയുമ്പോൾ അത് നടപ്പായിട്ട് അതിൻ്റെ ശേഷമുള്ള കാഴ്ച ആരും കാണുന്നില്ല, പിന്നാമ്പുറം ആരും ശ്രദ്ധിക്കുന്നില്ല. അതാണ് പലപ്പോഴും ഈ പറയുന്ന പദ്ധതികൾ. അതുമാതിരി ഇപ്പം ഇതിൻ്റെ മുകളിൽ ഒരു പഞ്ചായത്ത് ഹാളുണ്ട്, എന്തിനു വേണ്ടി പൊളിച്ചു കളഞ്ഞു എന്ന് വെച്ചാൽ അറിയില്ല. പക്ഷേ ഇതുവരെയായിട്ട് അത് പൂർത്തീകരിച്ചില്ല. 4 വർഷമായി. അവിടെ സാധാരണ ഗ്രാമസഭ മറ്റേ നമ്മുടെ ഈ വികസന സിനിമ ഇതൊക്കെ അവിടെ നടക്കുന്നത്. പക്ഷേ അവിടെ അത് പൊളിച്ചു കളഞ്ഞിട്ട് ഒരു ആകപ്പാടെ അതിൻ്റെ ചെയ്യുന്നത് റൂഫിംഗ് ആയിരുന്നു. ആ റൂഫിംഗ് ചെയ്യാതെ ഇതുവരെയായിട്ടും മുന്നോട്ട് പോയി പദ്ധതി അവിടെ തന്നെ കിടക്കുക. മെയിൻ്റനൻസ് നടത്താൻ വേണ്ടിയിട്ട് അത് ഇന്ദിരാ പ്രിയദർശന പേരുള്ള ഹാളായിരുന്നു. അത് പൊളിച്ചു കളയാൻ വേണ്ടി ചെയ്ത പണിയാണ്. അത് പൊളിച്ചു കളയാൻ വേണ്ടി മെയിൻ്റനൻസ് എന്ന് പറഞ്ഞ് പൊളിച്ചു കളഞ്ഞിട്ട് പിന്നെ അതിന് ഒന്നും ചെയ്തില്ല. ഇപ്പോഴും നടന്നു. EMS ഹാൾ നിർദ്ധരിച്ചു. EMS ഹാൾ അടിച്ചു പൊളിച്ച് വൃത്തിയാക്കി നല്ല കണ്ടീഷനാക്കി അതൊക്കെ ചെയ്തു. അതൊക്കെ നല്ല കാര്യം. ഞാൻ അതിന് ഇത് കാരണം കേരളത്തിൻ്റെ ആദ്യത്തെ മുഖ്യമന്ത്രി ആയിക്കോട്ടെ. പക്ഷേ അതേമാതിരി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ നാമധേയത്തിലുള്ള ഹാള് പൊളിച്ചു കളഞ്ഞിട്ട് ആ ഫോട്ടോ അടക്കം മാറ്റിയിട്ട് ഇതുവരെയായിട്ടും പുനഃസ്ഥാപിച്ചിട്ടില്ല. ഒന്നത്. പിന്നെ ഡിജിറ്റൽ ലൈബ്രറി എന്ന് പറഞ്ഞിട്ട് ഈ കഴിഞ്ഞ എല്ലാ വർഷവും പ്രസിഡന്റ് ഗ്രാമസഭകളിലൊക്കെ പ്രസംഗിക്കുന്നത് ഇത് തന്നെ. ഇതുമായിട്ട് വാദപരാധ പ്രസംഗങ്ങളല്ലാതെ കാര്യങ്ങൾ നടപ്പാകണില്ല. പൂർത്തീകരിക്കണ്ടേ? ഇപ്പം 5 വർഷം ആവാൻ പോണു, പൂർത്തീകരിച്ചിട്ടില്ല. ഇതുവരെയായിട്ട് അവിടെ ഒരു വാർക്ക ഈ സാധാരണ പറയും കോൺക്രീറ്റ് ബിൽഡിങ്ങുകൾ ഉണ്ടാക്കലല്ല ആ ആശയങ്ങൾ മറ്റേ നമ്മൾ അത്. പക്ഷെ ഇത് കോൺക്രീറ്റ് ബിൽഡിംഗ് ഉണ്ടാക്കി വച്ചിട്ടുണ്ട്, പക്ഷെ ഒന്നും നടപ്പാക്കിയിട്ടില്ല. വേണ്ട ഒരു കംഫർട്ട് സ്റ്റേഷൻ പഞ്ചായത്ത് നിങ്ങൾ ഇപ്പം ചെന്ന് നോക്കുക, ഒരു കംഫർട്ട് സ്റ്റേഷൻ അവിടെ ഇല്ല. അത് നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല. എല്ലാ വർഷവും അവിടുന്ന് ജനങ്ങൾ മുഴുവൻ ജനകീയ മാർച്ചും ഇതൊക്കെ ആയിട്ട് വന്നു, യാത്രക്കാർ വന്നു. അത് പൂർത്തീകരിക്കണം. അത് ആൾക്കാർക്ക് പോകാൻ സൗകര്യമില്ല. ബസ്സുകാർ പറഞ്ഞു ഞങ്ങൾ കാശ് തരില്ല, കാശ് തരണമെങ്കിൽ അവിടെ ഞങ്ങൾക്ക് അതിനുള്ള സൗകര്യം വേണമെന്ന് പറഞ്ഞു. ഇല്ല, അത് ഇതുവരെയായിട്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ കൃഷിഭവൻ റോഡ് വർഷങ്ങളായിട്ടുള്ള കൃഷിഭവൻ അവിടെ പുഴയിലിപ്പറമ്പ് മാർട്ടിൻ എന്ന് പറഞ്ഞ വ്യക്തി ഈ പഞ്ചായത്തിൻ്റെ ഒരു 2-3 ഏക്കർ സ്ഥലം ഫ്രീ ആയിട്ട് തന്നേക്കണത്. പല വിധത്തിലുള്ള കൃഷിഭവന് സ്ഥലം തന്നു, ട്രഷറിക്ക് സ്ഥലം തന്നു, ഇപ്പോൾ സ്റ്റേഡിയത്തിന് സ്ഥലം തന്നു. അതുമാതിരി തന്നെ ഈ നമ്മുടെ ഓട്ടിസം സെൻറ്ററിന്, അങ്ങനെ ഒട്ടനവധി സ്ഥലങ്ങൾ ഫുള്ളി ഫ്രീ ആയിട്ട്. ഇപ്പോൾ ആയുർവേദ ആശുപത്രിക്ക് 50 സെൻറ്റ് സ്ഥലം. ആ റോഡ് വർഷങ്ങളായിട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോൾ MLA 25 ലക്ഷം അനുവദിച്ച് പണി ആരംഭിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിട്ടും അത് ഒന്നും ചെയ്യാം. അതിൻ്റെ ബാക്കി ഭാഗം ഇനി കിടക്കുക. 1 കിലോമീറ്ററിനുണ്ട് ആ റോഡ്. അതിന് 25 ലക്ഷത്തിൽ ഏതാണ്ട് 400 മീറ്ററേ കഴിയുള്ളൂ. ബാക്കിയുള്ള ഭാഗങ്ങൾ അവിടെ കിടക്കുക. അവിടെ ഒരു കറണ്ട് വലിക്കാൻ പറഞ്ഞിട്ട് ഈ അതിലെ ലൈനാണ് അവിടെ കുറുക്കനും ആകെ കാടൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ യാത്രക്കാർക്ക് നടക്കാൻ കഴിയില്ല. ഒരു ലൈൻ വലിക്കാൻ പറഞ്ഞിട്ട് ഈ പഞ്ചായത്തിനോട് പറഞ്ഞിട്ട് ഇതുവരെയായിട്ടും ലൈൻ വലിക്കാൻ പോലും തയ്യാറായിട്ടില്ല. ഒരു ബൾബിടാൻ അന്ന് രാത്രി ഞാൻ പറഞ്ഞ അതാണ് മാധ്യമങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. സോഷ്യൽ ഓഡിറ്റിംഗ് നടത്തണം. ഈ പ്രഖ്യാപനങ്ങൾ എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ ചെയ്യാത്തുണ്ടെന്ന് അതും കൂടി നിങ്ങളും കൂടി അറിഞ്ഞിരിക്കണം. ഈ എല്ലാം തുടങ്ങി വയ്ക്കും എന്നല്ലാതെ പ്രഖ്യാപനങ്ങൾ ഒരുപാട് ചെയ്യുന്നല്ലാതെ കാതലായ വിഷയങ്ങളെടുത്ത് കൈകാര്യം ചെയ്യാനായിട്ട് ഈ പഞ്ചായത്തിന് കഴിയുന്നില്ല. വിദ്യാഭ്യാസ പ്രോജക്റ്റുകളൊക്കെ നടപ്പാക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഓഡിറ്റിംഗ് വരണുള്ളൂ. ഇത് നടപ്പാക്കി മുന്നോട്ട് നല്ല കാര്യം, ഞാൻ അതിനൊന്നും എതിർക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ അത് വിദ്യാഭ്യാസ പ്രോജക്റ്റിൽ നടന്നു പോകേണ്ടത് ആവശ്യമാണ്. പക്ഷേ ഇതൊക്കെ നടപ്പാക്കുമ്പോൾ ഇതിൻ്റെ പ്രായോഗികമായിട്ട് എങ്ങനെയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നും കൂടി ചിന്തിക്കണം. ഒരു ഗ്രാമപഞ്ചായത്ത് ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ.
അത് ചിന്തിക്കാതെയാണ് മുന്നോട്ട് പോകുന്നത്. പലതും പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകലല്ലാതെ അതിൻ്റെ ഇത് വരുമ്പോൾ പദ്ധതി രേഖയിൽ നിന്ന് വന്ന് അത് ആ വർഷം വയ്ക്കും, പിന്നത്തെ വർഷം അതെടുത്ത് ലാസ്റ്റ് വരുമ്പോൾ അതെടുത്ത് കാട്ടിക്കളയും. അതാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ പഞ്ചായത്ത് ക്രിയാത്മകമായിട്ടുള്ള വിഷയങ്ങളിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഒരു നിസ്സാരാണ് ഒരു കംഫർട്ട് സ്റ്റേഷൻ പണിയാൻ ഇത്രയും കാലമായിട്ട് ഈ 5 വർഷമായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. ഇത്തരം ആരോപണങ്ങൾ, പ്രധാനപ്പെട്ട ആരോപണം രാഷ്ട്രീയ വിവേചനമാണ്. പ്രസിഡന്റ്, എങ്ങനെയാണ് രാഷ്ട്രീയ വിവേചനമാണോ പഞ്ചായത്തിന്റെ? പ്രതിപക്ഷ നേതാവ് പിന്നെ അങ്ങനെയല്ലേ പറയുള്ളൂ. അദ്ദേഹം എന്ന് വെച്ചാൽ 10-25 വർഷക്കാലം ഈ ഗ്രാമപഞ്ചായത്തിന്റെ മെമ്പറും വൈസ് പ്രസിഡന്റും വിവിധ ചുമതലകൾ വെച്ചിരുന്ന ഞാൻ പറഞ്ഞു വരുന്നത്. നിങ്ങൾ പദ്ധതി രേഖയുടെ കാര്യമൊക്കെ ഇപ്പൊ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് 23-24 സാമ്പത്തിക വർഷക്കാലത്താണ്. നമുക്കറിയാം കഴിഞ്ഞ സാമ്പത്തിക വർഷക്കാലത്ത് സംസ്ഥാനത്തെ എല്ലാ പഞ്ചായത്തുകളും നേരിട്ടൊരു വിഷയമാണ്. ആ നേരിട്ട വിഷയത്തിൽ നമ്മൾ മാർച്ച് 26 ട്രഷറി ബാൻ ചെയ്തു. നമ്മൾ ബില്ല് സമർപ്പിച്ചത് ഒന്നും പാസ്സാവാതെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലായി സാങ്കേതികമായി സ്പിൽ ഓവറിലേക്ക് പോകും. അല്ലാതെ പഞ്ചായത്തിൻ്റെ കഴിവുകളുണ്ട്. പിന്നെ പഞ്ചായത്ത് ഏത് വാർഷിക പദ്ധതി എടുത്താലും തുല്യമായി അല്ലാണ്ട് വീതി ഏത് തുല്യമായി വന്നാലും അവസാനം വല്ല പദ്ധതികൾക്ക് പൈസ ബാക്കി വരണമെങ്കിൽ കൃത്യമായി കൂടി ആലോചിച്ചിട്ടാണ് ചെയ്യുക. പക്ഷെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം പറഞ്ഞോട്ട് അതെനിക്ക് വിഷയമില്ല. നമ്മൾ ഇത് സാങ്കേതികത്വം മാത്രമല്ല, ഇത് നിങ്ങൾ പറഞ്ഞ പോലെ നിങ്ങൾ ഓഡിറ്റ് നടത്തിയിട്ട് എത്രത്തോളം നമ്മൾ നടപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമുക്ക്. ക്രിമിറ്റോറിയം ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ക്രിമിറ്റോറിയത്തിൽ വർഷങ്ങളായി ഗ്രാമപഞ്ചായത്തിനകത്ത് ഞാൻ ചുമതലയേറ്റതിന് ശേഷം മാത്രമല്ല എല്ലാ ഭരണസമിതിയുടെ കാലത്തും പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ അതിനുവേണ്ടി 2 വട്ടമാണ് നമ്മൾ പത്രത്തിൽ പരസ്യം കൊടുത്തത്. പത്രത്തിൽ പരസ്യം വന്ന് പഞ്ചായത്ത് കമ്മിറ്റിക്ക് അപേക്ഷ വായിച്ചപ്പോഴേക്കും സമരമായി. അപ്പൊ അതില് രാഷ്ട്രീയമില്ലാതെ ആ സമരം വരില്ലല്ലോ. പ്രധാനപ്പെട്ട ഒരു ക്രിമിറ്റോറിയം വരുന്നത് നാടിന്റെ ആവശ്യം കൂടിയാണ്. അതിലപ്പോ എന്താണ് അതിനകത്ത് തടസ്സമായിട്ട്? ഒരാളിപ്പോ എന്റെ അയൽവക്കത്ത് വരാൻ പാടില്ല, പക്ഷെ എനിക്കത് ഉപയോഗിക്കണം, വേറെ സ്ഥലത്ത് ഉപയോഗിക്കണം, കുഴപ്പമില്ല എന്നൊരു സ്വാഭാവിക ചിന്ത എല്ലാവർക്കും ഉണ്ട്. അതിൽ കുറച്ച് രാഷ്ട്രീയം വരും, അതുകൊണ്ടാവും. നമ്മൾ ജവിച്ചേട്ടൻ പറഞ്ഞപ്പോ ഞാൻ ഇടപെട്ടില്ലല്ലോ. ഞാൻ പറയുന്നത് ഡിബേറ്റ് പറയാതെ ചേട്ടൻ പറയാനുള്ള അവസരം അവർ തരുന്നു. ഞാൻ പറയട്ടെ. അതോടൊപ്പം തന്നെ നമ്മൾ ഒരു പൊതു ശ്മശാനമുള്ളത് നമ്മൾ എടുക്കാൻ തീരുമാനിച്ചു. പൊതു ശ്മശാനത്തിൽ നമ്മൾ അവിടെ പോയി കാര്യങ്ങൾ ആലോചിച്ച വഴി തന്നെ അവിടെയുള്ള ആളുകളും ഇതുപോലെ പ്രശ്നമായിട്ട് വന്നു. ഇപ്പൊ നമ്മൾ ഈ വർഷം ഇപ്പൊ വരന്തരപ്പള്ളി പഞ്ചായത്ത് മൊബൈൽ ക്രിമിറ്റോറിയം വെച്ചിട്ട് നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ചു. ഇപ്പൊ എസ്എൻപുരം പഞ്ചായത്ത് മൊബൈൽ ക്രിമിറ്റോറിയം വെച്ചു. ഈ വർഷം നമ്മൾ മൊബൈൽ ക്രിമിറ്റോറിയത്തിന് വേണ്ടി പൈസ വെച്ചിട്ടുണ്ട്. നമ്മള് മാളപഞ്ചായത്തിൽ വരുന്നു. മാളപഞ്ചായത്ത് അവർ വെക്കാൻ പോകുന്നു. ഈ വർഷം അവർ വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളും വയ്ക്കണം. നമ്മളിന്ന് ഈ 10 രൂപ എടുത്ത് നോക്കിയാൽ 15 ലക്ഷം രൂപ നമ്മൾ മൊബൈൽ ക്രിമിറ്റോറിയത്തിന് വെച്ചിട്ടുണ്ട്. നമുക്കുള്ള സാധ്യതകളില്ല. നമ്മൾ പൊതുജനങ്ങളായിട്ടൊരു ടഗ് ഓഫ് വാറിന് പോകാൻ സാധ്യതയില്ല. നമ്മൾ അതിന് പകരം നമ്മൾ സാധ്യമായ മേഖലകൾ കൂടി ഉപയോഗിച്ചുകൊണ്ട് ക്രിമിറ്റോറിയം എന്ന് പറയുന്നത് ഇനി ആധുനിക കാലത്ത് എല്ലാവർക്കും ആവശ്യമുള്ളൂ. ഇപ്പം സ്ഥലപരിമിതി ജനസാന്ദ്രതയുള്ള സംസ്ഥാനം എന്ന നിലയിൽ ക്രിമിറ്റോറിയം അത്യാവശ്യമാണ്. അപ്പോൾ അതിനുവേണ്ടി ഇത് നടന്നില്ലെങ്കിലും നമ്മൾ 2 വട്ടം പത്രത്തിൽ പരസ്യം കൊടുത്ത് നമ്മൾ അപേക്ഷ സ്വീകരിച്ചപ്പോൾ പ്രാദേശികമായ എതിർപ്പുകളുടെ ഭാഗമായിട്ട് അത് ഒഴിവാക്കിയത്. പക്ഷെ നമ്മൾ ഈ ഒരു കാര്യം കൂടി നമ്മൾ ഈ വർഷം ആലോചിച്ചുകൊണ്ട് അത് നടത്താൻ നമ്മൾ കിഡ്നി രോഗികളുടെ കാര്യം നമ്മൾ കിഡ്നി രോഗി ഡയാലിസിസിന് വേണ്ടി ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് എല്ലാ വർഷവും 2 ലക്ഷം രൂപ പഞ്ചായത്തിൻ്റെ വിഹിതം കൊടുക്കുന്നൊരു പഞ്ചായത്ത് കൂടി ഡയാലിസിസ് മാള ബ്ലോക്ക് പഞ്ചായത്ത് CHS എപ്പോഴും ഡയാലിസിസ് യൂണിറ്റ് ഉണ്ട്. നമ്മൾ വിഹിതം കാശ് 5 ഡയാലിസിസിന് വരെ കാശ് കൊടുക്കാം. 4000 വെച്ചു. ഇത് ശാസ്ത്രീയമായിട്ട് പഠിക്കാതെ ആരെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും കേൾക്കുമ്പോഴേക്കും പദ്ധതി രേഖ വയ്ക്കും. പക്ഷെ അത് നടപ്പാക്കാൻ എങ്ങനെയാന്ന് അന്വേഷിക്കണ്ടേ? ആരോപിക്കുന്ന പ്രധാന പ്രശ്നം പദ്ധതികൾ പലതും വരുന്നു, പക്ഷെ അത് ശാസ്ത്രീയമായി നടപ്പിലാക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞ ഈ ഒരു കാര്യത്തിൽ നമ്മൾ പദ്ധതി പണം വെച്ചാണ്. പദ്ധതി പണം വെച്ചപ്പോൾ ഇംപ്ലിമെന്റ് ഓഫീസർ അത് ഹൈക്കോടതിയിൽ കേസ് നടന്നുകൊണ്ടിരിക്കുക. ഇപ്പോഴും മെഡിക്കൽ ഓഫീസർക്ക് ചെയ്യാൻ പറ്റില്ലാതെ മെഡിക്കൽ ഓഫീസറും സെക്രട്ടറിക്ക് ചെയ്യാൻ പറ്റില്ലാതെ സെക്രട്ടറി പറയുന്നത് ആരോഗ്യവുമായി ബന്ധപ്പെട്ട പ്രവർത്തനമാണ്, അതുകൊണ്ട് സെക്രട്ടറി ചെയ്യാൻ കഴിയില്ല. മെഡിക്കൽ ഓഫീസർ പറയുന്നത് പണം നൽകുന്നതുമായി ബന്ധപ്പെട്ട ഒരു സാങ്കേതിക പ്രശ്നം പറഞ്ഞിട്ട് ഈ കേസ് ഇപ്പോഴും നിലവിൽ ഹൈക്കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുക. ആ കോടതിയുടെ വിധിയോ അല്ലെങ്കിൽ
ചെയ്യാൻ കഴിയുന്നില്ല. നമുക്ക് പദ്ധതി പണം വെച്ച് ചെയ്യാനല്ല ശ്രമിക്കുക, നമ്മളത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളൊരു ജനപ്രതിനിധി എന്ന പ്രവർത്തന രാഷ്ട്രീയ പ്രവർത്തനം എന്ന എത്രയോ കേസുകൾ നമ്മൾ ഇടപെട്ട് സഹായിച്ചുകൊണ്ടിരിക്കും. നമ്മൾ ഇനിയും അതിൻ്റെ സാങ്കേതിക പ്രശ്നങ്ങളുടെ കുരുക്കഴികൾ നമ്മൾ ഇപ്പോഴും കൊടുക്കാൻ തയ്യാറാണ്. പിന്നെ വെണ്ണൂത്തറ പദ്ധതിയുടെ കാര്യം പറയും. വെണ്ണൂത്തറ പദ്ധതി എന്ന് പറയുന്നത് ജില്ലാ പഞ്ചായത്ത് ബഹുമാനപ്പെട്ട അന്നത്തെ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PK ഡേവിസ് മാസ്റ്റർ ജില്ലാ പദ്ധതിയായിട്ട് കൊണ്ടുവന്നൊരു പദ്ധതിയാണ്. അതിൽ വെറും ജില്ലാ പഞ്ചായത്തോ അല്ലെങ്കിൽ ഗ്രാമപഞ്ചായത്തോ മാത്രമല്ല, നമ്മുടെ സംസ്ഥാനത്തെ 12ഓളം വകുപ്പുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് കാടുകുറ്റി പഞ്ചായത്ത്, അന്നമട പഞ്ചായത്ത്, കുഴൂർ പഞ്ചായത്ത്, വാള പഞ്ചായത്തിനും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അവിടുത്തെ ജലാശയങ്ങൾ സംരക്ഷിക്കുന്നത്, ടൂറിസം മേഖല, കാർഷിക മേഖല. ഇപ്പോൾ ഒരു ഭൂ കൃഷി ചെയ്യാൻ കഴിയുന്നത് 2 ഭൂ കൃഷി ചെയ്യാനും, തരിശായി കിടക്കുന്ന സ്ഥലത്ത് കൃഷി ചെയ്യാനും, അതോടൊപ്പം തന്നെ മൃഗസംരക്ഷണവുമായി ബന്ധപ്പെട്ട് അങ്ങനെ നിരവധിയായ പ്രവർത്തനങ്ങൾ 12ഓളം വരുന്ന വകുപ്പുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആ സംയുക്ത സംരംഭമായിട്ടാണ് ഇവിടുത്തെ. ആ സംരംഭമായിട്ട് കൊണ്ടുവന്നാൽ ജില്ലാ പഞ്ചായത്തിൻ്റെ വിഹിതമായിരുന്നു 50 ലക്ഷം രൂപ. 50 ലക്ഷം രൂപ ആ തുടങ്ങുന്ന സ്ഥലത്ത് കിട്ടിയത്. ആ തുടങ്ങുന്ന സ്ഥലത്ത് ഒരു വീടുണ്ടായിരിക്കാം. ആ തുടങ്ങുന്ന സ്ഥലത്ത് 153 മീറ്റർ കെട്ടിയിട്ടുണ്ട്. അതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു 60 മീറ്ററും കൂടി കെട്ടാൻ വേണ്ടി ശ്രമം വന്നു. അവിടെ അതിർത്തി തർക്കവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അത് കാടുകുറ്റി പഞ്ചായത്തിൻ്റെ ഒരു പെൻഡിങ് ആയി കിടക്കുക. ഇപ്പോൾ 55 കോടി രൂപയുടെ DPR തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജ് തയ്യാറാക്കി സംസ്ഥാന സർക്കാരിന് നബാർഡിൻ്റെ ഫണ്ട് കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ആകർഷീയത. പക്ഷേ നബാർഡ് കഴിഞ്ഞ 2 വർഷക്കാലമായിട്ട് കേരളത്തിന് 10 പൈസ കൊടുക്കുക ഈ കാർഷിക മേഖലയ്ക്ക് കൊടുക്കുന്നില്ല. അതുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. അത് 2 കോടി രൂപ സംസ്ഥാന സർക്കാർ നൂതന പദ്ധതികൾക്ക് വേണ്ടി ഇതിൽ വയ്ക്കുകയുണ്ടായി. ഈ പദ്ധതി അതിൻ്റെ ഒരു വിഹിതം എന്നല്ലെങ്കിൽ ഇപ്പോൾ ഒരു 60 ലക്ഷം രൂപ പണി ചെയ്യുകയാണെങ്കിൽ 30 ലക്ഷം രൂപ അവർ തരും. അങ്ങനത്തെ ഒരു പദ്ധതിയാണ്. പക്ഷേ ഇവിടെ സാമ്പത്തിക പ്രതിസന്ധി, നബാർഡിൽ നിന്ന് കാശ് കിട്ടാത്ത പ്രശ്നം, അതൊക്കെ കൊണ്ടാണ്. ഈ പദ്ധതി വരികയാണെങ്കിൽ അന്നമട ഗ്രാമപഞ്ചായത്തിൻ്റെ അകത്ത് വിവിധ പ്രദേശങ്ങളിലെ വെള്ളക്കെട്ട് ഒഴിവാകും, വെള്ളപ്പൊക്കം ഒഴിവാകും, വെള്ളക്കെട്ട് ഒഴിവാകും. കാർഷിക മേഖലയിൽ കുറേ കൂടി കൃഷി യോഗ്യമാക്കാവുന്നതിനുള്ള പ്രവർത്തനം അടക്കമുള്ള വലിയ സുദീർഘമായ പദ്ധതിയാണ് ജില്ലാ പഞ്ചായത്ത് ആവിഷ്കരിച്ചത്. പക്ഷേ സാമ്പത്തിക പ്രശ്നം വലിയ തോതിൽ വരുന്നത്. ഇത് നബാർഡ്, മൈനർ ഇറിഗേഷൻ, അങ്ങനെ കുറേ ഡിപ്പാർട്ട്മെന്റുകളുടെ സംയുക്ത പദ്ധതിയാണ്. ഇപ്പോഴും നമ്മൾ അതിന്റെ ഫോളോ അപ്പ് എടുത്തിട്ടുണ്ട്. 50 ലക്ഷം രൂപ 50 ലക്ഷം കഥ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ഒരുപാട് കഥകൾ പറഞ്ഞു, കുറെ മീറ്റിംഗുകൾ നടത്തി. പക്ഷെ അതിൽ പ്രവർത്തന എഴുതി ഉണ്ടാക്കി വരച്ചൊക്കെ ഭംഗിയാക്കി. പക്ഷെ അത് നടപ്പാക്കും എങ്ങനെയുള്ളത് നബാർഡ് കിട്ടിയ ചെയ്യുന്ന പറഞ്ഞാൽ 50 ലക്ഷം രൂപ കൊണ്ട് ഇതിന്റെ പദ്ധതി എന്ന് പറഞ്ഞാൽ ഈ വെണ്ണൂത്തുറയിൽ നിന്ന് നേരെ ചാലക്കുടി പുഴയിലെ കുണ്ടൂർ കടവിൽ വരെ എത്തണം. അവിടം വരെ എത്തിയാലാണ് ഈ വെള്ളം പോവുള്ളൂ. അതിൽ ധന്മണിച്ചിറ എന്ന സ്ഥലത്ത് ഇത് ഇത്രയും വീതിയുള്ളൂ തോടിന്. ആ തോടി വീതി കൂട്ടി ഇവിടുന്ന് അങ്ങോട്ട് വെള്ളം പോകണമെങ്കിൽ ആ തോട് വീതി കൂട്ടണം. അതിനുള്ള പദ്ധതിയാണ് ആദ്യം ചെയ്യേണ്ടത്. അവിടുന്ന് അങ്ങോട്ട് വീതി കൂട്ടി അതായത് ഇപ്പം അംഗം പറയുന്നത്, മെമ്പർ പറയുന്നത്, അതായത് നേരത്തെ സൂചിപ്പിച്ചോളാണ് നമ്മൾ സാങ്കേതികത്വം അല്ലെങ്കിൽ അതൊന്നും സാധാരണക്കാരായ ജനങ്ങളെ സംബന്ധിച്ച് അല്ല, അതിലേക്ക് വരുമ്പോൾ ഗുണഭോക്താക്കളായ ജനങ്ങൾക്ക് പല പദ്ധതികളും പദ്ധതി വിഭാവനം ചെയ്യുമ്പോൾ വിഭവം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. വിഭവം എന്ന് പറയുന്നത് ഈ സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും വിവിധ ഡിപ്പാർട്ട്മെന്റുകളെ ഏകോപിപ്പിച്ചുകൊണ്ടാണ് നമുക്ക് വിഭവം കണ്ടെത്താൻ കഴിയുക. ആ വിഭവം കണ്ടെത്തുന്ന കാര്യത്തിൽ അതിലെ പ്രധാനപ്പെട്ട വിഭവം എന്ന് പറയുന്നത് നബാർഡായിരുന്നു. ആ നബാർഡിന്റെ സമയത്തുണ്ടായ നബാർഡിൽ നിന്ന് കിട്ടാനുണ്ടാവുന്ന ഒരു പ്രശ്നമുണ്ട്. ആ പ്രശ്നത്തിന്റെ പേരിലാണ് ഈ പദ്ധതി വന്നാൽ ഈ അന്നമടയും മാത്രമല്ല മാളയും കുഴൂരിനെയും കാടുകുറ്റിയെയും സംബന്ധിച്ച് വളരെ കാർഷിക മേഖലയിൽ വലിയ ഉണർവുണ്ടാക്കുന്ന ഒരു പദ്ധതിയാണ്. ആ പ്രശ്നത്തിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്നുള്ളത് ഞാനും അംഗീകരിക്കുന്നു. ഇപ്പം സാമ്പത്തിക പ്രതിസന്ധിയുടെ അപ്പുറത്ത് ഇപ്പം അദ്ദേഹം പറയുന്നുണ്ട്, ഇപ്പം നമുക്കറിയാം സ്ഥലപരിമിതി നേരത്തെ പ്രസിഡന്റ് സൂചിപ്പിച്ച പോലെ നമുക്കറിയാം ഇപ്പം ഈ പഞ്ചായത്ത് ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ കയറി വരുന്ന വഴിയിലടക്കം അല്ലെങ്കിൽ ഈ ഒരു ടൗണുമായി കേന്ദ്രീകരിച്ച് നോക്കുമ്പോൾ വല്ലാത്ത സ്ഥലപരിമിതി, ഒരു തിങ്ങി ഞെരുങ്ങിയിരിക്കുന്നൊരു ഇതാണ്. അത്തരം ആ ഒരു സ്ഥലപരിമിതിയെ ഓവർകം ചെയ്തുകൊണ്ടുള്ള പദ്ധതികൾക്ക് ഇപ്പം നേരത്തെ സൂചിച്ച ഡിജിറ്റൽ പല പദ്ധതികളും ഇങ്ങനെ ബിൽഡിങ്ങിലേക്ക് എത്തുമ്പോൾ അത് ഓവർകം ചെയ്യുന്ന എന്തെങ്കിലും നടപടികൾ പഞ്ചായത്ത് നമ്മളതിനു വേണ്ടി ഇവിടെ പാർക്കിംഗ് നിരോധിച്ചു. കഴിഞ്ഞ പഞ്ചായത്ത് കമ്മിറ്റി കാലത്ത് പാർക്കിംഗ് നിരോധിച്ചിരുന്നു. കാരണം വേറെ ഒന്നുമില്ല, ഹോസ്പിറ്റലാണ്. ആ ഹോസ്പിറ്റലിലേക്ക് ഒരു വണ്ടി വരാൻ ചാൻസ് ഇല്ല. അന്ന് ഇവരെന്നെ ആ പാർക്കിങ്ങിനെ അനുകൂലിച്ചുകൊണ്ട് ഞങ്ങൾ പറഞ്ഞതിനെ എതിർത്തു. പക്ഷെ ഇപ്പൊ ഒരു വണ്ടി നമ്മുടെ പഞ്ചായത്ത് ഈ ഭരണസമിതിയുടെ കാലത്താണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്തുണ്ടായ തർക്ക വിതർക്കങ്ങൾ ഈ ഭരണസമിതിയിൽ ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. പറഞ്ഞത് ഈ ലൈൻ ക്ലിയർ അന്നുണ്ടായ നിലപാടുകൾക്ക് അതിന്റെ പ്രശ്നങ്ങൾ ഇവിടെ ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. ഇന്നത്തെ പ്രസന്റ് കണ്ടീഷന്റെ
അതിൻ്റെ ഒരു എന്താ മെറിറ്റാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. നമുക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ അതിനൊരു സ്ഥല സൗകര്യം കണ്ടത് പഞ്ചായത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം സ്ഥലമില്ല എന്നുള്ള സ്ഥല സൗകര്യത്തിൻ്റെ വലിയ പ്രശ്നം നമ്മൾ നേരിടും. നമ്മളിപ്പോൾ ഈ ഇൻഡോർ സ്റ്റേഡിയത്തിൻ്റെ അദ്ദേഹം കാര്യം പറഞ്ഞു. ഇൻഡോർ സ്റ്റേഡിയം 34 സെൻറ്റ് സ്ഥലം അദ്ദേഹം വിട്ടുതരികയുണ്ടായി. 50 സെൻറ്റ് സ്ഥലം അതിന് തന്നു. നമ്മുടെ ഈ ഇത്ര പറയണ്ടല്ലോ 2013 കാലഘട്ടത്തിലാണ് ഇത് വിട്ടുതന്നത്. പക്ഷേ ഈ പണം അനുവദിച്ച് ഈ ഭരണസമിതിയുടെ കാലത്തൊന്ന് ആലോചിക്കണം. ഈ ഭരണസമിതിയുടെ കാലത്ത് 25 ലക്ഷം രൂപ MLA കൊണ്ട് അനുവദിപ്പിക്കുകയും ടെൻഡർ നടപടി പൂർത്തീകരിക്കും. കോൺട്രാക്ടർ പണി തുടങ്ങാത്തൊരു പ്രശ്നമുണ്ട്. ഇപ്പം ഇന്നലെയും കൂടിയും MLA ഓഫീസിൽ പോയി കോൺട്രാക്ടർ വിളിക്കുന്നത്. ഇപ്പോൾ കോൺട്രാക്ടർമാരുടെ സാമ്പത്തിക സ്ഥിതി വളരെ മോശം നിലയിൽ അവർ വർക്ക് എടുക്കുന്ന കാര്യത്തിലും വിഷയങ്ങളുണ്ട്. 50 ഇപ്പോൾ നേരത്തെ പറഞ്ഞു പുതിയ റോഡുകളൊന്നും പണിതരില്ല എന്ന് അദ്ദേഹം നെഞ്ചിൽ കൈവച്ച് അദ്ദേഹത്തിന് പറയാൻ കഴിയില്ല. 90 ലക്ഷം രൂപയുടെ കഴിഞ്ഞ വാർഷിക പദ്ധതിയിൽ സ്ട്രക്ചറൽ സഫിഷ്യൻറ്റ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്ന CFC ഗ്രാൻറ്റിൻ്റെ അതിൽ 45 ലക്ഷം രൂപയും 45 ലക്ഷം രൂപ പഞ്ചായത്തിൻ്റെയും ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് എല്ലാ വാർഡിലും 5 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട്. MLA നേരത്തെ പറഞ്ഞ പുഴയിലിപ്പറമ്പിൽ റോഡിന് 25 ലക്ഷം രൂപ, ക്ലബ് ആഞ്ഞിലിപ്പടത്തിന് 15 ലക്ഷം രൂപ, അതോടൊപ്പം മടാത്തർ റോഡിന് പൈസ, അതോടൊപ്പം 13-ാം വാർഡിലെ ഒരു റോഡിന് പൈസ, മൈലാത്ത് റോഡിന് 70 ലക്ഷം രൂപ ഹാർബർ ഫണ്ട്, അതോടൊപ്പം തന്നെ നമ്മുടെ കലൂർ ചന്തക്കനാൽ റോഡ്, ഇപ്പം പണം അനുവദിച്ച വെള്ളിലം റോഡ് അടക്കമുള്ള നിരവധിയായ റോഡുകൾക്ക് ഈ വർഷം പണം അനുവദിച്ച് പണി തുടങ്ങി അവസാനിച്ചതുകൊണ്ട് പണി തുടങ്ങാൻ പോകുന്നുണ്ട്, അനുവദിക്കപ്പെട്ടതുണ്ട്. അതൊക്കെ അതിൻ്റെ പിന്നെ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് തുടക്കം കുറിച്ച പല പദ്ധതികളും നടപ്പിലാക്കുന്നില്ല എന്ന് പറയാം. അതിൻ്റെ അത് പ്രോസസ്സിങ്ങിലാണ്. ഇപ്പം നേരത്തെ പറഞ്ഞ കൃഷിഭവൻ റോഡ് 25 ലക്ഷം രൂപ അനുവദിച്ചു. ഈ ഭരണസമിതിയുടെ കാലത്തില്ലേ, ഇതിനു മുമ്പും ഭരണസമിതി ഉണ്ടായില്ല, അനുവദിക്കാമായിരുന്നില്ല, അനുവദിച്ചില്ലല്ലോ. ഈ നമ്മുടെ ഭരണസമിതി വന്നതിന് ശേഷം അനുവദിച്ചു, അതിന് ഫണ്ട് വകയിരുത്തി, അതിൻ്റെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചു. ടെൻഡർ നടപടികൾ പൂർത്തീകരിക്കാൻ കോൺട്രാക്ട് ഇല്ലാത്ത അവസ്ഥ പഞ്ചായത്ത് ഇടപെട്ട് കോൺട്രാക്ടറെ കൊണ്ട് ഇടിപ്പിക്കുക ചെയ്തത്. പണം തുടങ്ങിയിട്ടില്ല എന്നുള്ള സത്യമുണ്ട്. അത് തുടങ്ങുന്നതിന് വേഗതയിലാക്കുന്നതിനുള്ള നടപടി പഞ്ചായത്ത് സ്വീകരിക്കും. പിന്നെ അതോടൊപ്പം ഇത് 25 ചർച്ച ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടി പറയണം. നമ്മളൊരു ഗ്രാമപഞ്ചായത്തിന് ഒരു വർഷം കിട്ടുന്ന 9 കോടി രൂപ കൊണ്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? കഴിയില്ല. നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരുണ്ട്, അവർ സഹായിക്കണ്ടേ? ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഒരാളുണ്ട്. ജില്ലാ പഞ്ചായത്തിൻ്റെ 2 റോഡ് ഗ്രാമപഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ഇപ്രാവശ്യം NOC മേടിച്ചിട്ട് ചെയ്തത്. ഇവിടെ തത്തമുത്ത് റോഡ് 30 ലക്ഷം രൂപ ഗ്രാമപഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ചു. വെണ്ണൂർ ചർച്ച് റോഡ് അതുപോട്ടെ. ജില്ലാ പഞ്ചായത്ത് പണം തരണ്ടേ? ജില്ലാ പഞ്ചായത്ത് MP ഉണ്ട്. 2 മിനി മാസ്റ്റ് ലൈറ്റ് ഈ പഞ്ചായത്തിലേക്ക് കൊടുത്ത 2 മിനി മാസ്റ്റ് ലൈറ്റ് MP എത്ര കോടികൾ കിട്ടുന്നതാ? സംസ്ഥാന സർക്കാരിന്റെ പണം ഇവിടെ കിട്ടുന്നുണ്ട്, അത് ഉപയോഗിച്ചിട്ട്. ഇപ്പൊ നമ്മുടെ മുകളിലെ ഹാളിന്റെ കാര്യം പറഞ്ഞു. ആ ഹാള് വെറുതെ പൊളിഞ്ഞതല്ല, കുറെ പറയുമ്പോൾ നമ്മുടെ നെഞ്ചിൽ കൈവച്ച് പറയണ്ടേ. നമ്മുടെ അവിടെ വലിയ കാറ്റുണ്ടായപ്പോൾ അവിടുത്തെ ഷീറ്റ് പോയി, അതിന്റെ മുൻകാലത്ത് പണിതാണ് ഷീറ്റ് പോയി, അതിന്റെ സീലിംഗ് അടർന്നു വീണു, അപ്പോഴാണ് പൊളിച്ചത്. അല്ലാണ്ട് ഒരു കെട്ടിടം അങ്ങനെ പെട്ടെന്ന് പൊളിക്കാൻ കഴിയും? കെട്ടിടം പൊളിയുമ്പോ പറ്റില്ല. ഇവിടെ EMSന്റെ ഫോട്ടോ മാറ്റി ബഹളം ഉണ്ടായിട്ട് വെച്ചു. കാരണം എന്താ വെച്ചാൽ പാറാമ്പിൽ അടിച്ചപ്പോ താഴ്ത്തു വെച്ചു എന്ന് പറഞ്ഞിട്ടാണ് ബഹളം ഉണ്ടായത്. പഞ്ചായത്ത് ഈ ആൾക്കാർ എങ്ങനെ ഇപ്പോൾ ഉള്ളത്? ഇപ്പൊ താങ്കൾക്ക് ഒരു കാര്യം മനസ്സിലാവും. അദ്ദേഹം പറയുന്ന എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ വർഷം അങ്ങനെ ചെയ്തു, അതിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ ചെയ്തു എന്ന് പറയാം. നമ്മൾ അങ്ങനെ രാഷ്ട്രീയ ഇന്ദിരാഗാന്ധിയോട് ഒന്നും നമുക്കില്ല. ഇന്ത്യയുടെ ഏറ്റവും നല്ല പ്രധാനമന്ത്രി തുടർ പദ്ധതികൾ വേഗതയുടെ പ്രശ്നം സാമ്പത്തികം തന്നെയാണ്. സാമ്പത്തികമല്ലേ പ്രസിഡന്റിന്? കൺസ്ട്രക്ഷന്റെ കാര്യം പറഞ്ഞു. 2018 മഹാപ്രളയം നടന്ന് അത് ഉപയോഗശൂന്യമായ കൺഫർസ്റ്റേഷൻ. ഇതിന് തൊട്ടിപ്പുറത്തൊരു കൺഫർസ്റ്റേഷൻ ഉണ്ട്, നിങ്ങളൊന്ന് പോയി പരിശോധിക്കുക. ആ സാധനം അവിടെ ഒരു കൺഫർസ്റ്റേഷൻ അല്ല വേണ്ടത്, അവിടെ ഒരു പുതിയ കെട്ടിടം അതിനോട് ചേർന്ന് കൺഫർസ്റ്റേഷൻ വേണമെന്നാണ് പഞ്ചായത്തിൻ്റെ ആഗ്രഹം. പഞ്ചായത്ത് അതിന് ലോണിന് വേണ്ടി ശ്രമിച്ചു. കേരള ബാങ്കിൽ നിന്ന് 1 കോടി രൂപ ഈ അടുത്താണ് അതിൻ്റെ സാങ്ഷൻ, പ്രിൻസിപ്പൽ ലോൺ എമൗണ്ട് സാങ്ഷനായി വന്നിട്ടുണ്ട്. ഇപ്പം അതിന് 12% അതിൻ്റെ ഫണ്ട് പലിശ പറയുന്നത്. അതിന് നെഗോഷിയേഷന് വേണ്ടി കൊടുത്തുക. ആ നെഗോഷിയേഷനും കൂടി കറക്റ്റ് ആവണമെങ്കിൽ ആ ഫണ്ട് അനുവദിച്ച്
വെച്ചാൽ അവിടെ ഒരു കെട്ടിടം, ആ കെട്ടിടത്തോടൊപ്പം കൺഫർസേഷൻ. ഈ ബസ് സ്റ്റാൻഡിന്റെ കണ്ണായ സ്ഥലത്ത് കൺഫർസേഷൻ മുൻകാലത്ത് അത് ആരായിക്കോട്ടെ കാരണം ഞങ്ങളുള്ളപ്പോഴാണ് ഈ കെട്ടിടങ്ങൾ മുഴുവൻ പണിതത്. ഈ പഞ്ചായത്ത് ബിൽഡിംഗ് അടക്കം 2000 ഞാൻ വൈസ് പ്രസിഡന്റും ജോസേട്ടൻ പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് ഈ ബിൽഡിങ്ങുകൾ മുഴുവൻ പണിതത്. അന്ന് ഞങ്ങള് ഇതിന്റെ ഒരു പ്ലാൻ വരച്ചിട്ടുണ്ട്. അവിടെ ഫുള്ളായിട്ട് കംഫർസേഷനും അതുമാതിരി ഒരു ബിൽഡിങ്ങും ട്രഷറിക്ക് വേണ്ടി സ്ഥലം ഫ്രീ ആയിട്ട് വിട്ടുകൊടുക്കാന്ന് പറഞ്ഞിട്ട് അതിന് കെട്ടിടം പണിക്ക് വേണ്ടിയിട്ട് പ്ലാൻ വരച്ച് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ഭിന്നത്തെ ഭരണസമിതി വന്ന് LDF ഭരണസമിതി അവരതൊക്കെ എടുത്ത് കളഞ്ഞ് അവിടെ കൊണ്ടൊരു മൂത്രപ്പുര പണിതു. ഏത് കണ്ണായ സ്ഥലത്ത് കൊണ്ട് മൂത്രപ്പുര ഞങ്ങളല്ല, ഞങ്ങൾ അവിടെ വച്ചിരുന്നത് ഒരു ബിൽഡിംഗ് പണിയാൻ വേണ്ടിട്ട് തന്നെയാണ്. ഇതേമാതിരി തന്നെ അദ്ദേഹം പറഞ്ഞ ഒരു ആരോപണം മൂത്രമൊഴിക്കല്ല എന്നുള്ളത് അത് തെറ്റായതല്ല. ഇപ്പൊ അതിന് തൊട്ടിപ്പുറത്ത് കൺഫർസേഷൻ ചെറുതുണ്ട്, അതിലും ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ഇത് നമ്മൾ അങ്ങനെ കൺഫർസേഷൻ ആയിട്ട് നിലനിർത്താനല്ല, പുതിയൊരു കെട്ടിടത്തോടു കൂടി ചെയ്യാനുള്ളൂ. വാളൂർപ്പാട് കൃഷി യോഗ്യമാക്കുക എന്നുള്ളത് പഞ്ചായത്തിന്റെ വലിയൊരു ആഗ്രഹമാണ്. നമുക്ക് 80 കാലഘട്ടത്തിൽ അവിടെ ഓട്ട് കമ്പനികൾക്ക് വേണ്ടി കുഴിയെടുത്ത സ്ഥലമാണ്. കുഴികൾ എന്ന് വെച്ചാൽ അഗാധമായ കർത്തകളാണ്. അപ്പം നമ്മൾ അതിനു വേണ്ടി ശാസ്ത്രീയമായ പഠനം നമ്മുടെ കേരള കാർഷിക സർവകലാശാല വന്ന് പഠനം നടത്തി, കൃഷി വകുപ്പുമായി ബന്ധപ്പെട്ട് പഠനം നടത്തിയിട്ടുണ്ട്. ആ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് ജില്ലാ പദ്ധതിയായി കേവലം ഒരു ഗ്രാമപഞ്ചായത്ത് മാത്രം വിചാരിച്ചാൽ നടക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞു വെറുതെ നിസ്സാരമായിട്ട് 50 സെന്റ് എന്നില്ല. ഞാൻ വെല്ലുവിളിക്കുന്നത് 25 ഏക്കർ അവിടെ കൃഷി നടത്തിയിട്ടുണ്ട്. നിങ്ങൾ മുൻകാലത്തുള്ള ആളുകളോട് പരിശോധിച്ചോ? അവിടെ ഞാൻ സുഹൃത്തിനെ ഞാൻ പറയണേ, സുഹൃത്തെ നിങ്ങൾ വാ, നിങ്ങളൊരു ഫെബ്രുവരി മാസം അല്ലെങ്കിൽ മാർച്ച് മാസത്തിൽ വന്ന അവിടെ കൃഷി ഇപ്പൊ ചെയ്യുന്ന സ്ഥലങ്ങൾ കാണിച്ചു തരാം, ഇപ്പൊ അവിടെ വിതച്ച സ്ഥലങ്ങൾ കാണിച്ചു തരാം, അതിനുള്ള കാര്യങ്ങൾ തരും. നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതിയിൽപ്പെടുത്തി 6-7 വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സഹായത്തോടുകൂടി അവിടെ ഒരു ഏകദേശം 4 ഏക്കറിൽ പച്ചക്കറി കൃഷി ചെയ്തു. ഇതൊക്കെ ഇതിന്റെ തുടക്കം നമുക്ക്. പക്ഷെ അതൊരു സമഗ്ര പദ്ധതിയായിട്ട് മാറണമെങ്കിൽ ജില്ലാ പഞ്ചായത്ത് അല്ലെങ്കിൽ ജില്ലാ ആസൂത്രണ അപ്പോഴും പ്രസിഡന്റ് ഈ ആള് പറയുന്നതിലെ ഒരു കാരണം പദ്ധതികളുടെ ആരംഭം മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. അല്ല, ആരംഭമുണ്ട്, നടന്നുകൊണ്ടിരിക്കുന്നത്, അവസാനിച്ചതും പറയാം. നമ്മുടെ ടർഫ് കോർട്ടിന്റെ കാര്യം പറഞ്ഞു. നമ്മൾ ടർഫ് കോർട്ട് ഇവിടെ നമ്മുടെ MLA-യുടെ വികസന ഫണ്ടുമായി ബന്ധപ്പെട്ട് MLA-യുടെ ഫണ്ടും നമ്മുടെ കായിക വകുപ്പിൻ്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ടർഫ് കോർട്ട് വിരിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അതുപോലെ നമ്മുടെ മാളയിലുണ്ടായിരുന്ന ടർഫിൻ്റെ സാധനങ്ങളാണ് കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത്, അത് വിരിച്ചിട്ടൊന്നുമില്ല. നമ്മളതുമായി ബന്ധപ്പെട്ട് 35-65 ടർഫ് കോർട്ടിൻ്റെ 7-ന്റെ കോർട്ടിൻ്റെ നീളം പറയുന്നത്. ഇവിടുത്തെ കായിക പ്രേമികൾ അന്ന് MLA-യോട് ആവശ്യപ്പെട്ടു 35-55 എന്നുള്ളത് ബാക്കി സ്ഥലമുണ്ട്, അപ്പോൾ അതുകൊണ്ട് 35-65 ആക്കി മാറ്റണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട്. അന്ന് അദ്ദേഹം വെച്ചത് 27 ലക്ഷം രൂപയാണ് അദ്ദേഹത്തിൻ്റെ ഫണ്ടിൽ നിന്ന് അതിൻ്റെ വികസനത്തിന് വേണ്ടി വെച്ചത്. പക്ഷേ ഈ 35-55 നിന്ന് 35-65 ആക്കണമെങ്കിൽ അഡീഷണൽ ഫണ്ട് വേണം. അപ്പോൾ ഒരു വർഷത്തെ പദ്ധതിക്ക് മറ്റൊരു വർഷത്തെ പദ്ധതി വയ്ക്കുന്നതിന് വേണ്ടിയുള്ള സാങ്കേതിക തടസ്സമുണ്ട്. അത് പൂർത്തീകരിച്ച് ഇപ്പോഴും 12-ാം തീയതി വീണ്ടും അതിൻ്റെ സ്പോർട്സ് കൗൺസിലായിട്ട് MLA മീറ്റിംഗ് ഫിക്സ് ചെയ്തുക. എന്തായാലും ഈ 2-3 മാസത്തിനുള്ളിൽ അത് പണി തുടങ്ങാവുന്ന രീതിയിൽ ടർഫ് കോർട്ട് വേണമെന്നില്ല. ആ ഇതിൻ്റെ ആധുനികവൽക്കരണത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതികളാണ് തയ്യാറ്. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു അവിടെ കൊണ്ടുവന്ന് നശിപ്പിച്ചത് അവരുടെ സ്പോർട്സ് ഡിപ്പാർട്ട്മെൻറ്റായിട്ട് ബന്ധപ്പെട്ട അതിന് ക്വാളിറ്റി സർട്ടിഫിക്കറ്റ് അത് അവിടെ ഉപയോഗിക്കില്ല. അത് ഉപയോഗിക്കാൻ നമ്മളും തയ്യാറല്ല. അതായത് ഗുണനിലവാരം അത് അവർ കൊണ്ടുവന്ന് വെച്ചോട്ടെ. 5-6 വർഷം ഇരുന്നിട്ടാണ് നിങ്ങൾ കൊണ്ടുവന്നെ. ഇത് ഈ സാധനം സർക്കാർ കുടിവെള്ളം കക്കൂസിലെ വെള്ളം എടുത്തിട്ട് അവർ ഒരു ദിവസം കുടിക്കും. പക്ഷെ സ്ഥിരം കുടിക്കണതിന്റെ അവസ്ഥ മനസ്സിലാവേണ്ടത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം, നമ്മളിത് ഉപയോഗിക്കുന്ന ആൾക്കാർ ഞങ്ങളാണ്. ഞങ്ങളെപ്പോൾ അല്ലെങ്കിൽ ഇവിടുത്തെ സ്പോർട്സ് ആൾക്കാർ ഞാൻ ഉറപ്പിച്ചു പറയുന്നത് ഗുണനിലവാരമില്ലാത്ത ടർഫ് കൂടെ വിരിക്കാൻ പഞ്ചായത്ത് ഭരണസമിതി അംഗീകരിക്കും. ആ നിലവാരമുള്ളത് തന്നെ വെക്കുള്ളൂ. കുടിവെള്ള പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം പറയണ്ടായി. അദ്ദേഹം ഞാനടക്കമുള്ള ആളുകൾ 2013 കാലഘട്ടത്തിൽ ജനപ്രതിയായിരിക്കുന്ന സമയത്ത് അന്ന് UDF-ന്റെ MLA TN പ്രതാപൻ MLA കൊണ്ടുവന്ന പദ്ധതിയാണ് ജലനിധി പദ്ധതി. എല്ലാവർക്കും എല്ലായ്പ്പോഴും ശുദ്ധമായ ജലം 24/7 എന്ന നിലയിലേക്ക് വലിയ കൊട്ടി ആഘോഷിക്കപ്പെട്ട് കേരളത്തിൽ ആദ്യമായി കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലത്തിൽ കൊണ്ടുവന്ന പദ്ധതി. ആ പദ്ധതി തുടങ്ങിയ സമയത്ത് ആ പദ്ധതിക്ക് ഉണ്ടായ വലിയ വീഴ്ചയുണ്ട്. 1,97 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞ ആ കുടിശ്ശിക എന്ന് പറയുന്നത് ഈ അന്നമട ഗ്രാമപഞ്ചായത്ത് ഈ 4 വർഷം കൊണ്ടുണ്ടായതല്ല. ഇതിൻ്റെ തുടക്കകാലം മുതൽ വാട്ടർ അതോറിറ്റി മീറ്റർ ചെയ്തതിൻ്റെ, ബൾക്ക് മീറ്ററിൻ്റെ, ഡിസ്ട്രിബ്യൂഷൻ ലോസിൻ്റെ, അതോടൊപ്പം തന്നെ ഇതിൻ്റെ റണ്ണിങ് പീരീഡിൽ ഉണ്ടാകുന്ന കോൺട്രാക്റ്റ്, അതിൻ്റെ ഒരു
ഒരു ആർബിട്രേഷൻ മിനിറ്റ്സ് നിലവിലൊക്കെ ഉണ്ട്. ആ മിനിറ്റ്സിൻ്റെ ഒക്കെ ഭാഗമായി വലിയ ഭീമമായ തുകയാണ് ഗ്രാമപഞ്ചായത്തുകൾക്ക് വന്നത്. അത് ഈ ഗ്രാമപഞ്ചായത്തിൽ മാത്രമല്ല, കൊയ്യ പഞ്ചായത്തിൽ നോക്കിയാൽ 4 കോടി രൂപയാണ് അവിടുത്തെ കുടിശ്ശിക. മാള പഞ്ചായത്തിൽ നിന്ന് ഇതുപോലെ തന്നെ 7 കോടി രൂപ കുടിശ്ശികയുണ്ട്. എല്ലാ പഞ്ചായത്തുകളും ബാധിക്കുന്ന ഒരു കാര്യം. അത് ആ പദ്ധതി അന്ന് വിഭാവനം ചെയ്തപ്പോൾ ഉണ്ടായ തകരാറ് അത് ഗ്രാമപഞ്ചായത്തുകളുടെ തലയിലാണ് വരുന്നത്. ഗ്രാമപഞ്ചായത്ത് എന്ത് ചെയ്യാൻ പറ്റും? ഇത്തരമുള്ള കുടിശ്ശിക ഒരു രാഷ്ട്രീയം പറഞ്ഞ് ഒരാളിനെ കട്ട് ചെയ്യാതിരിക്കുകയോ കട്ട് ചെയ്യുകയോ ചെയ്യാതിരി രാഷ്ട്രീയം പറഞ്ഞു കാശടക്കാത്തവരാണ് ചെയ്തിട്ടുണ്ട്. ആ കാശടയ്ക്കുമ്പോൾ എല്ലാ ജനപ്രതിനിധികളും, ഏത് ജനപ്രതിനിധിയായാലും ഏത് രാഷ്ട്രീയമായാലും അവരുടെ ഭാഗത്ത് വന്ന് പറയുമ്പോൾ അതൊന്നും ചെയ്ത് നീട്ടിക്കൊടുക്കാൻ പറയുമ്പോൾ കുടിശ്ശിക നിവാരണത്തിൻ്റെ ഭാഗമായി ഘട്ടം ഘട്ടമായി അടക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് തുടങ്ങി. ഈ പദ്ധതി ജലനിധി പദ്ധതി എന്ന് പറയുന്നത് ജനകീയ പദ്ധതി എന്നതിൽ ഇപ്പോൾ വലിയ തകർച്ചയിലാണ്. ആ തകർച്ച മാറുന്നതിന് സംസ്ഥാന സർക്കാരിൻ്റെ സഹായം ഇല്ലെങ്കിൽ അത് നടക്കില്ല. ആ പദ്ധതി കേവലം ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെ മാത്രം വിഷയമല്ല, കേരളത്തിൽ 33ഓളം വരുന്ന പഞ്ചായത്തുകൾ നേരിടുന്ന ഒരു വിഷയം. നമ്മളിപ്പോൾ ഹൈക്കോടതി പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്, ഹൈക്കോടതിയിൽ കേസ് കൊടുക്കാൻ പോവുക. അപ്പോൾ ജലനിധി പദ്ധതിയുടെ ഇതിൻ്റെ കുടിശ്ശിക ഈ വിനോദ് പി വി പ്രസിഡന്റ് ആയതിനു ശേഷം വന്ന കാര്യമല്ല എന്ന് കൂടിയാണ് സൂചിപ്പിക്കാനുള്ളത്. ഏത് കുടിശ്ശിക ഞാൻ വേണമെങ്കിൽ പറയാം. 1,97 ലക്ഷം അല്ല, 1,97 ലക്ഷം രൂപ ഈ 4 കൊല്ലം കൊണ്ടുവന്നൊന്നല്ല. ഞാൻ വേണമെങ്കിൽ കണക്ക് നിങ്ങൾക്ക് ഇത് കണക്കെടുത്ത് തരാതെ തുടർച്ചയായി വന്ന കുടിശ്ശിക തുടർച്ചയായി 2013 മുതൽ ഇത് ആരംഭിക്കുന്ന കാലം തുടങ്ങി ഇപ്പം നടക്കുന്ന 2025 വരെ വന്ന കുടിശ്ശികയാണ് 1,97 ലക്ഷം. അതായത് ഒരു പുതിയ ഭരണസമിതി വരുമ്പോൾ ആ പുതിയ ഭരണസമിതിയുടെ ഇതായിട്ട് ബന്ധപ്പെട്ട് മുൻകാലങ്ങളിൽ അതിന്റെ നിർവഹണവുമായി ബന്ധപ്പെട്ട് തടസ്സമോ അത് നടക്കാൻ കഴിയാത്തത് എന്ന് ബോധ്യപ്പെട്ട പദ്ധതികളൊക്കെ പിന്നെ ഒരു കാര്യം കൂടി ഇദ്ദേഹം പറഞ്ഞില്ല, അത് ഇങ്ങനെ പറയില്ല മാത്രമല്ല, കഥയും തിരക്കഥയും രചിച്ച് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇഷ്ടം പോലെ എനിക്ക് പറയാനുണ്ട്. അദ്ദേഹത്തിന്റെ അവാർഡിന് വേണ്ടി വയോജന ക്ഷേമത്തിന് വേണ്ടി അവാർഡ് വാങ്ങിച്ചു എന്ന് പറഞ്ഞു. എന്താണ് ഇവിടെ നടപ്പാക്കിയെന്ന് കൂടി പറയാൻ പറ്റും. പരിശോധിക്കും ഉൾപ്പെടെ അറിയില്ലാന്ന് കോളനികളിൽ താമസിക്കുന്ന ആൾക്കാര് അങ്ങനെ പറയരുത്. വേറെ കാര്യം, നമ്മൾ പങ്കെടുക്കണ്ടെന്ന് ആഗ്രഹിച്ചെന്ന് അതൊന്നുമില്ല. അത് ഇവര് ആഗ്രഹിക്കുന്നത് അല്ല, പങ്കാളിത്തത്തിന്റെ കുറവില്ലെന്ന് പറയുന്ന ഒപ്പം തന്നെ പങ്കെടുപ്പിക്കാതിരിക്കാൻ ഈ ഒരു വിഷയത്തിനപ്പുറത്തേക്ക് ഇപ്പം നമുക്കറിയാം പൊതുജനങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രധാന പ്രശ്നങ്ങളിലൊന്നാണ് തെരുവുനായ ശല്യം. കാരണം നമുക്കിപ്പോൾ വരുന്ന വഴിക്ക് തന്നെ ഒട്ടനവധി നായ്ക്കളെ കാണുകയുണ്ടായി. നമുക്കറിയാം ഈ സമീപ പ്രദേശങ്ങളിലടക്കം തെരുവുനായകളുടെ ആക്രമണങ്ങൾ, കുട്ടികളെ അടക്കം ഓടിച്ചിട്ട് കടിക്കുന്ന സംഭവങ്ങൾ നിരവധിയായിട്ടുണ്ട്. ഇത് ഇവിടെ മാത്രം ഉണ്ടാകുന്ന, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ മാത്രമുള്ള വിഷയമല്ല. പക്ഷേ എന്നാൽ പോലും നമുക്ക് ജില്ലാ പഞ്ചായത്ത് അടക്കം ABC പ്രോജക്റ്റുകൾ അടക്കം കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഒരു നിലവിലെ അവസ്ഥ എന്താണ്? അതിലെന്താണ് അതിൻ്റെ വന്ധീകരണം അടക്കമുള്ള പരിപാടികൾ? തെരുവുനായ ശല്യം എന്ന് പറയുന്നത്, തെരുവുനായ ശല്യം ABC പദ്ധതി കൊണ്ട് മാത്രം നമുക്ക് അതിനെ പരിഹരിക്കാൻ കഴിയുന്നൊരു വിഷയമല്ല. ABC പദ്ധതിയിൽ ചെയ്യാൻ കഴിയുക വന്ധീകരണം നടത്തി 7 ദിവസം അവിടെ ഒന്ന് മോണിറ്റർ ചെയ്ത് തിരിച്ചുവിടുന്ന പദ്ധതി. അതിലൂടെ നമുക്ക് ഇപ്പോഴും തെരുവുനായയുടെ വളർച്ച കുറയ്ക്കാൻ നമുക്കിത് കഴിഞ്ഞിട്ടില്ല എന്നുള്ള പ്രശ്നം. തെരുവുനായ ശല്യത്തിന് വേണ്ടി ഇപ്പോൾ പേപിടിച്ചാലൊക്കെ തന്നെ നിരീക്ഷിക്കുന്നതിനും അതിനു വേണ്ടിയുള്ള സംവിധാനം നമ്മൾ ഈ വർഷ പദ്ധതിയിൽ 2 കൂട് വയ്ക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. വന്ധീകരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഫണ്ട് വയ്ക്കുന്നുണ്ട്, ബ്ലോക്ക് പഞ്ചായത്തിനും കൊടുക്കുന്നുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തും മാള ബ്ലോക്ക് പഞ്ചായത്തും ചാലക്കുടി മുനിസിപ്പാലിറ്റിയും സംയുക്തമായി ABC പദ്ധതി ഈ ഫെബ്രുവരി 24-ാം തീയതി അതുകൊണ്ട് അവിടെ 26ഓളം കൂടുകൾ അത് നിർമ്മിച്ച് അതിൻ്റെ പൂർത്തീകരണത്തിൽ അതിന് ഇലക്ട്രിഫിക്കേഷൻ മാത്രമേ ഉള്ളൂ. പക്ഷേ അത് ABC പദ്ധതിക്ക് മാത്രമാണ് ചെയ്യാൻ കഴിയുക. പക്ഷേ തെരുവുനായ്ക്കളുടെ ശല്യം കുറയ്ക്കുന്നതിന് ഇതും പരിഹാര മാർഗമല്ല, പര്യാപ്തമല്ല എന്നൊരു അഭിപ്രായമുണ്ട്. നമുക്ക് പഞ്ചായത്ത് ഭരണസമിതിയുടെ സാങ്കേതികമായ അല്ലെങ്കിൽ പ്രായോഗികമായ പരിമിതിക്കുള്ളിൽ നിന്ന് ഇതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ സംഘടിപ്പിച്ച് പോരുന്നുണ്ട്. നമുക്ക് 2 വെറ്ററിനറി ആശുപത്രികളുണ്ട്. ആശുപത്രികളുമായി ബന്ധപ്പെടുത്തിയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പോൾ പേപ്പട്ടിയുള്ള നായ കടിച്ചതിന് ഡോക്യാച്ചറെ കൊണ്ട് നമ്മൾ പിടിപ്പിച്ച് നിരീക്ഷണത്തിൽ വെച്ച് മരിക്കുകയാണ്, അത് ചാവുകയാണെങ്കിൽ നേരെ പോസ്റ്റ്മോർട്ടം നടത്തി അതിനുള്ള മറ്റ് പ്രതിവിധികളും ജനങ്ങൾക്ക് ആവശ്യമായ പ്രതിവിധികളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. കേരളത്തിലുടനീളം സർവ്വസാധാരണ എന്ന നിലയിൽ ഇവിടെയും അത്തരം വിഷയങ്ങൾ വലിയ രൂക്ഷമല്ലെങ്കിലും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇത് കാണുന്നുണ്ട്. ഈ പ്രളയകാലത്ത് നമുക്കറിയാം പഞ്ചായത്ത് അടക്കം മുങ്ങിയൊരു സാഹചര്യമുണ്ട്.
നിലവിൽ നമുക്ക് ഒരിക്കലും പ്രൊഡിക്റ്റ് ചെയ്യാൻ കഴിയുന്നൊരു കാര്യമല്ല. പൂർവ്വകാല ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയാൽ പോലും ഒരു പരിധിവരെ നമുക്കറിയാം ചാലക്കുടി പുഴയോട് തീരത്ത് ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഒരുപക്ഷെ അത്തരം പ്രളയ സാഹചര്യങ്ങൾ ഇനിയും ഒരുപക്ഷെ നേരിടേണ്ടി വന്നേക്കാം. അത്തരമൊരു സാഹചര്യങ്ങൾ ഉണ്ടായാൽ അതിനെ തടയിടാൻ വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ പഞ്ചായത്തിൻ്റേതായിട്ട് ഉണ്ടായിട്ടുണ്ടോ? നമ്മുടെ പ്രധാനപ്പെട്ട പ്രശ്നം നമ്മുടെ ഇവിടെ പ്രളയം ഉണ്ടാകുന്നതും വലിയ ശക്തമായ മഴ ഉണ്ടാവുകയാണെങ്കിൽ ചാലക്കുടി പുഴയിലെ ജലനിരപ്പ് ഉയരുമ്പോഴാണ് ഇവിടെ പ്രളയ സമാനമായ സാഹചര്യം പ്രളയം ഉണ്ടായിട്ടുള്ളത്. 2018 90% വാർഡുകളിലും പ്രളയം ബാധിച്ചൊരു പ്രദേശം എന്ന നിലയിൽ ഇപ്പോൾ നമ്മളിപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഏറ്റവും പ്രശ്നം വരുന്നത് ചാലക്കുടി പുഴയിലെ വെള്ളം ഉയരുമ്പോൾ ചെറുതോടുകളിലൂടെ വെള്ളം നമ്മുടെ താഴ്ന്ന പ്രദേശങ്ങളിൽ ഒഴുകുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പ്രളയമായി പ്രതിരോധിക്കുന്നതിന് വേണ്ടി നമ്മൾ 4 സ്ഥലത്ത് ഷട്ടർ സ്ഥാപിച്ചിട്ടുണ്ട്. അതായത് ചെറിയ തോടുകളിലൂടെ വെള്ളം എടുക്കാതെ ഇപ്പോൾ ഫെറിക്കടവിൽ നമ്മളൊരു ഷട്ടർ, അമ്പലത്തിൻ്റെ അവിടെ ഒരു ഷട്ടർ, അതോടൊപ്പം തന്നെ നമ്മുടെ തൊട്ടപ്പുറത്ത് മാമ്പ്രക്കടവിലൊരു ഷട്ടർ, ഇനിയിപ്പോൾ പൂവത്തുശ്ശേരിയും കൂടി നമ്മൾ സ്ഥാപിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. ഒരു ഷട്ടർ ഉള്ളത് നമ്മുടെ കാടുകുറ്റി പഞ്ചായത്തുമായി ബന്ധപ്പെട്ട ഒരു സ്ഥലത്താണ് ആ ഷട്ടർ നിൽക്കുന്നുള്ളൊരു സാങ്കേതിക പ്രശ്നമുണ്ട്. നമ്മൾ കേവലം ഷട്ടർ മാത്രം ഉപയോഗിച്ച് ചെയ്താൽ ഒരു ചെറിയ ഒരു തട, ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നന്നായി മഴ പെയ്തപ്പോൾ അത്തരമൊരു പ്രശ്നം ഉണ്ടായപ്പോൾ കുറേയധികം നമുക്ക് ഒരു ചെറിയ പരിഹാരം കിട്ടിയത് അത്തരത്തിലുള്ള ഷട്ടറുകൾ പഞ്ചായത്തിൻ്റെ ഭാഗമായിട്ട് സ്ഥാപിച്ചതിൻ്റെ ഭാഗമായി. നമ്മളിപ്പോൾ കഴിഞ്ഞ മഴയുടെ വലിയ ശക്തമായ മഴയുണ്ടായതിനു ശേഷം സംസ്ഥാന ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് മെമ്പർ സെക്രട്ടറിക്കും സംസ്ഥാന മുഖ്യമന്ത്രിക്കും കളക്ടർക്കും ഒരു നിവേദനം സമർപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ പെരിങ്ങൽകുത്ത് ഡാം അതിൻ്റെ തുറക്കുന്നത് സംബന്ധിച്ച് ഒരു അശാസ്ത്രീയമായ രീതിയുണ്ട്. അവിടെ വാർണിംഗ് ലെവൽ 427 എത്തുമ്പോഴാണ് എത്ര മുന്നറിയിപ്പ് കാലാവസ്ഥ മുന്നറിയിപ്പ് ഉണ്ടായാലും ഷട്ടർ തുറക്കുക. അപ്പോൾ ഷട്ടർ പെട്ടെന്ന് തുറക്കുമ്പോൾ വലിയ തോതിലുള്ള വെള്ളം പെട്ടെന്ന് ശക്തിയായി ഒഴുകുമ്പോൾ പെട്ടെന്ന് ജലനിരപ്പ് ഉയരുന്നു. അപ്പോൾ നമ്മൾ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് 423 എന്ന നിലയിലേക്ക് അതിൻ്റെ വാട്ടർ ലെവൽ ഈ സമയത്ത്, അതായത് ഈ ഇത്തരത്തിൽ കാലാവസ്ഥ പ്രവചനം നന്നായിട്ടുണ്ടാകും, നല്ല മഴ ഉണ്ടാകും എന്ന് പറയുന്ന സമയത്തേക്ക് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ആവശ്യപ്പെട്ടു. അത് ബഹുമാനപ്പെട്ട സനീഷ് കുമാർ MLA നേതൃത്വത്തിൽ അവിടെ ഒരു മീറ്റിംഗ്, നമ്മുടെ ബഹുമാനപ്പെട്ട VR സുനിൽകുമാറിൻ്റെ നേതൃത്വത്തിൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ഒരു മീറ്റിംഗ് ഉണ്ടായി എന്നുള്ളതാണ് നമ്മുടെ അറിവ്. നമുക്ക് അതിനുള്ളൊരു കത്തും വന്നിട്ടുണ്ട്. അത്തരം സംവിധാനം കൂടി അതോടൊപ്പം തന്നെ നമ്മുടെ കണക്കങ്കടവ് ഷട്ടർ എന്ന് പറയുന്നത് പ്രധാന പ്രശ്നം. നമ്മുടെ ചാലക്കുടി പുഴ മറ്റേ എറണാകുളം അതിർത്തിയിൽ അതിൻ്റെ പരിപാലനം എറണാകുളം ജില്ലയ്ക്കാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ചില സമയത്ത് ഷട്ടർ തുറക്കുന്നതിനുള്ള കുറവ്, പെട്ടെന്ന് തുറക്കാത്ത സംഭവമൊക്കെ തന്നെ നമ്മളെ പ്രളയത്തെ ബാധിക്കുന്നു. പ്രളയം ബാധിച്ച ആളുകളെ ഇവാക്യുവേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ബന്ധപ്പെട്ടപ്പോൾ കഴിഞ്ഞ മഴ സമയത്ത് 1000-ഓളം വരുന്ന ആളുകൾ പ്രളയ ബാധിതരായി പല സ്ഥലങ്ങളുണ്ടായിരുന്നു. അവർക്ക് ആവശ്യമായ സഹായങ്ങളും പ്രളയത്തിന് ക്യാമ്പുകളും ഒക്കെ നമ്മൾ പഞ്ചായത്ത് എന്ന നിലയിലേക്ക് ഒരുക്കുന്നുണ്ട്. എൻ്റെ ഒരു അഭിപ്രായം, ഈ ഒരു സംവിധാനം കൂടി വന്നാൽ ഈ വെള്ളത്തിൻ്റെ ഡാം മാനേജ്മെൻറ്റുമായിട്ടുള്ള പ്രശ്നം അത് കളക്ടർ അടക്കമുള്ള ആളുകളൊന്ന് പരിശോധിച്ച് അതിനൊരു പുതിയ സംവിധാനം ഈ വാർണിംഗ് ലെവൽ കുറയ്ക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിൽ പെട്ടെന്ന് വെള്ളം ഒഴുകുന്ന. പിന്നെ അതോടൊപ്പം തന്നെ പ്രളയത്തിന് ശേഷം നമ്മുടെ ചാലക്കുടി പുഴയിൽ മണലും ചെളിയും നിറഞ്ഞു നിൽക്കണം. അപ്പം അത് കുറച്ചും കൂടി ഇപ്പോൾ സർക്കാർ തന്നെ വിവിധ ഡാമുകളിൽ നിന്നും പുഴകളിൽ നിന്നൊക്കെ മണലെടുക്കുന്ന കാര്യത്തെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സംഭരണശേഷി കൂട്ടിക്കഴിഞ്ഞാൽ കുറേ കൂടി അതിലുള്ള കാര്യങ്ങൾ ആവും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും. അപ്പം വികസന നേട്ടങ്ങൾ ഒക്കെ തന്നെ പ്രസിഡന്റ് പറയുകയുണ്ട്. എന്തായാലും പഞ്ചായത്ത് പദ്ധതികളുമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. പ്രതിപക്ഷത്തിന്റെ ഒരു അംഗം എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് തെറ്റുകൾ ചൂണ്ടിക്കാണിക്കലാണ് ഞങ്ങളുടെ പണി, പോരായ്മകൾ ചൂണ്ടിക്കാണിക്കലും വേണം. കാരണം എന്താ വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഒരു പദ്ധതി പ്രഖ്യാപിച്ചാൽ അതിലൊരു ജനങ്ങളുടെ സോഷ്യൽ ഓഡിറ്റ് അതുമാതിരി മാധ്യമങ്ങളുടെ സോഷ്യൽ ഓഡിറ്റ് നിർബന്ധമാണ്. കാരണം അത് പ്രഖ്യാപിക്കൽ മാത്രമല്ല നടപ്പാക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഞങ്ങളുടെ കൂടി ഉത്തരവാദിത്തമാണ്. അത് നടപ്പാക്കുന്നില്ലാത്തത് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കും, അത് ഞങ്ങളുടെ കടമയാണ്. അത് പ്രഖ്യാപനത്തിൽ മാത്രം ഒതുങ്ങി പോരെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഇത്തരം അഭിപ്രായങ്ങൾ പറയുമ്പോൾ കൃത്യമായ ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ പരിശോധിച്ചുകൊണ്ട് മാത്രം പറയണം എന്നുള്ള ഒരു വിനീതമായ അഭിപ്രായമുണ്ട്. തീർച്ചയായും. നമുക്കറിയാം ഈ ഡാറ്റകൾ മുഴുവനുണ്ട്, ഓരോന്നിന്റെ കണക്കുകളും. ഞാൻ പറയില്ലേ 10 വർഷമായിട്ടുള്ള പദ്ധതി രേഖ എന്റെ കയ്യിലുണ്ട്. ഓക്കെ, 2 കൂട്ടർക്ക് അപ്പോൾ പറയാനുള്ളത് നമ്മൾ കേട്ട് കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷേ പഞ്ചായത്തിൻ്റെ കാര്യങ്ങളാണ് ഒന്നും ഇവിടെ തീരുന്നില്ല. കാരണം നമുക്കറിയാം പദ്ധതികൾ നിരവധിയാണ്, നടപ്പിലാക്കിയതും നടപ്പിലാക്കാൻ പോകുന്നതും. ഒപ്പം തന്നെ അതിന് യോജിപ്പുണ്ടാകാം, വിയോജിപ്പുണ്ടാകാം. അങ്ങനെ അത്തരത്തിൽ എന്തായാലും ഇതിനപ്പുറത്തേക്ക് സൗഹൃദപരമായി തന്നെ ഭരണസമിതി ഒറ്റക്കെട്ടായി തന്നെ അന്നമനട പഞ്ചായത്തിൻ്റെ പുരോഗതി വിലയിരുത്തി മുന്നോട്ട് തന്നെ പോകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഒപ്പം നമ്മോടൊപ്പം സഹകരിച്ച പ്രസിഡന്റ് PV വിനോദിനും ഒപ്പം തന്നെ പ്രതിപക്ഷ അംഗം കൂടിയായ കോൺഗ്രസിൻ്റെ KK രവി നമ്പൂതിരിക്കുമുള്ള പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ്. എന്തായാലും ഇതോടുകൂടി അന്നമനടയുടെ വികസനങ്ങൾ അല്ലെങ്കിൽ കോട്ടങ്ങൾ ഒക്കെ ഇവിടെ പ്രതിപാദിച്ച് കഴിഞ്ഞിരിക്കുന്നു. മറ്റൊരു പഞ്ചായത്തുമായി വീണ്ടും കാണാം. നന്ദി.